കരഞ്ഞില്ല. അവർക്കൊരു സാവകാശമോ ഒരവധിയോ നൽകുകയും ചെയ്തില്ല. എത്രയാണ് അവർക്ക് നഷ്ടമായത്. അതെല്ലാം അല്ലാഹു സത്യവിശ്വാസികളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തുവല്ലോ. കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. അല്ലാഹു തആല ഈ ഉമ്മത്തിന് വിജയം നൽകുമെന്ന് ഏറ്റവും കൂടുതൽ വളരെ അതിശക്തമായ പ്രോസിക്യൂഷൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ശിക്ഷയും അടിച്ചമർത്തലും അനുഭവിച്ചമാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് വിജയം വരാനുണ്ട്, ശിക്ഷയോടുകൂടെ ജീവിക്കുക. അങ്ങനെ ആ ഒരു വാക്ക് പുലർന്നപ്പോഴാണ് ഹാറൂനുർ റഷീദ് ഇറാഖ് ഭരിച്ചിരുന്ന ഹാറൂനുർ റഷീദ് ആകാശത്തുകൂടെ കടന്നു പോകുമ്പോൾ മേഘത്ത് നോക്കി പറയുമായിരുന്നു, യാ സഹാബ്, മേഘമേ നിനക്ക് വേണ്ട രാജ്യത്ത് പോയി നീ മഴ പെയ്തോ പ്രശ്നമല്ല. മഴയായി പെയ്ത് വിളവെടുപ്പ് നടത്തി കൃഷിയിടത്തിൽ നിന്ന് കിട്ടേണ്ട വരുമാനം ഖജനാവിലേക്ക് ബഗ്ദാദിലേക്ക് നീ എവിടെ പോയി പെയ്താലും ഖജനാവിലേക്ക് അത് വരും. ബഗ്ദാദിൽ തന്നെ പെയ്യണമെന്നില്ല. ഖുറാസാനിന്റെ അറ്റത്ത് നിന്ന് മാവറ അന്നഹർ എന്ന് പറയുന്ന റഷ്യയുടെ ഭാഗങ്ങളിൽ നിന്ന് ചൈന വരെ നീണ്ടു കിടക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യം ഒരു മേഘം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ബഗ്ദാദിൽ പെയ്തില്ലെങ്കിൽ അത് എനിക്ക് വരാനുള്ള വരുമാനം, അതിലുള്ള വരുമാനം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വരാൻ പ്രവിശാലമായ ഒരു സാമ്രാജ്യം ഈ ഉമ്മത്തിന് നൽകുകയായിരുന്നു. ഈ സമൂഹത്തിന്റെ റസൂലും അവനെ പോലെ ജീവിച്ചിരുന്ന കാലമേ ആ ഒരു ഇസ്സത്തിലേക്ക് ഈ ഉമ്മത്തിനെ നീ തേണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നു. തൗഫീഖ് നൽകട്ടെ. നമുക്ക് വേണ്ടത് മുത്തുനബിയുടെ സദസ്സിൽ നടക്കുന്ന സംഭാഷണങ്ങളാണ്. ഹബീബ് നമ്മളോട് പറഞ്ഞ ചില ആശയങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സംഭാഷണത്തിന്റെ ഏറ്റവും മധുരമായ തലം ആശയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ശപിശയില്ലാതെ ഹാസ്യങ്ങളില്ലാതെ കളിയാക്കലുകളില്ലാതെ പരസ്പര ബഹുമാനത്തോടുകൂടെ പരസ്പരം തർക്കിക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് പറഞ്ഞത് സ്വർഗ്ഗലോകത്തിന്റെ വരാന്തകളിൽ പ്രദേശങ്ങളിൽ ഞാനൊരു വീട് പണിതു തരാം. കാവൽ നിൽക്കാം. أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا. നിങ്ങളുടെ പക്ഷമാണ് സത്യമെങ്കിൽ പോലും നിങ്ങൾ തർക്കിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹ്. പിന്നെ പറഞ്ഞു വബിബൈതിൻ ഫീ വസത്തുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വീട് തരാം. ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹാന, തമാശ പറയുകയാണെങ്കിൽ തന്നെയും കളവ് പറയാതിരിക്കുന്നവർക്ക്, മാശയിലെങ്കിലും കളവ് പറയാത്തവർക്ക് സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ ഞാൻ ഒരു വീട് വാങ്ങിച്ചു തരാം. വബിബൈതിൻ ഫീ അലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സമോന്നതമായ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ഞാനൊരു ഭവനം വാഗ്ദാനം ചെയ്യുന്നു. ആരുടെ സ്വഭാവമാണ് നന്നാകുന്നത് അവർക്കെല്ലാം സ്വഭാവമുള്ളവർക്ക് സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലെ കൊണ്ടുപോകുന്നത്. നമുക്കതൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പെടുന്ന കാലമാണ്. ചീത്തവിളികളും ആക്ഷേപങ്ങളും എമ്പാടും ഇഷ്ടം പോലെ വീടുകളിലും എല്ലാത്തിടത്തും റോഡരികിലും നമ്മുടെ ഫേസ്ബുക്കിലും വാട്സാപ്പുകളിലും എന്തരമായ ആക്ഷേപ ഹാസ്യങ്ങൾ നടക്കുന്ന കാലം. ലൈലത്തുൽ ഖദർ എന്നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വിവരം കൊടുത്ത് ഹബീബിതങ്ങൾ പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നടന്നു വരുന്ന വഴിയിലാണ് ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. നബിതങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ആളുകൾ തമ്മിൽ അവിടെ ശണ്ട കൂടുന്നു, തർക്കിക്കുന്നു. രണ്ടാളുകൾ തമ്മിൽ എന്തോ ശണ്ട കൂടുന്നു. മഹാനായ
സ്വഹാബി ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ആ ശണ്ട കൂടിയ സ്വഹാബിമാരുടെ പേര് പറഞ്ഞിട്ടില്ല. കഅബ് ഇബ്നു മാലിക് എന്നവരാണ്. മറ്റൊന്ന് ഇബ്നു അബി ഹദറദ് റളിയല്ലാഹു അൻഹു പേരും നടന്ന ഒരു ചെറിയ അവരെ വർത്തമാനത്തിൽ സംസാരിക്കാൻ തുടങ്ങി, പരസ്പരം ആക്ഷേപിക്കാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് നബി തങ്ങൾ വരുന്നത്. തങ്ങൾ പറഞ്ഞു ലൈലത്തുൽ ഖദർ റമദാനിലെ ഏത് രാവിലാണെന്ന് കൃത്യമായി അല്ലാഹു എനിക്ക് വിവരം തന്നു. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് നിങ്ങളാണ് കണ്ണിൽ പെടുന്നത്. ആ ഇൽമ അല്ലാഹു ഉയർത്തിക്കളഞ്ഞു. ഒരുപക്ഷേ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കാം, നന്മയായിരിക്കാം. നിങ്ങളത് 27-ലോ 25-ലോ 29-ലോ 23-കളിലോ നിങ്ങളതിനെ തപ്പി എന്നായിരുന്നുവെന്ന ഒരു നിഅമത്ത് ഉയർത്തപ്പെടാൻ കാരണമായത് തമ്മിൽ തർക്കിച്ചപ്പോഴാണെന്ന് സംഭാഷണത്തിന്റെ ചില രീതികൾ, റസൂലിന്റെ സദസ്സിൽ നടക്കുന്ന ചില വർത്തമാനങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഇടപെടുന്നുണ്ട്. തിന്മകളെ എതിർക്കാതെ ഒന്നും പറഞ്ഞു പോവാതിരിക്കണം എന്നല്ല. തിന്മകളെ എതിർക്കപ്പെടേണ്ടതിനാൽ എതിർക്കപ്പെടുമ്പോഴും അതിന്റേതായ മര്യാദകളും ഡിസിപ്ലിനും പാലിക്കേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു കാലത്താണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. മതവിഷയങ്ങളിലാവട്ടെ, രാഷ്ട്രീയ വിഷയങ്ങളിലാവട്ടെ, ഏത് തലങ്ങളിലാവട്ടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴേക്കും ആക്ഷേപങ്ങളിലേക്ക് വഴിമാറുന്ന കാലം ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ആബിദായ സ്വഹാബിയാണ്, ഇൽമുള്ള സ്വഹാബിയാണ്, സൂക്ഷ്മതയുള്ള സ്വഹാബിയാണ്. ഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ നബി തങ്ങളുടെ സ്വഹാബികളിൽ അവസാനകാലം മുസ്ലിമായ അബൂ സുഫിയാൻ എന്നവരുടെ മകനായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിന്റെ അധികാരം ഏറ്റെടുത്തപ്പോൾ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഷാമിൽ മുആവിയ തങ്ങൾ ചെയ്യുന്ന പല പണിയും ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ എഴുന്നേറ്റ് പറയുമായിരുന്നു, നിങ്ങളോട് അനുസരിക്കാൻ എനിക്ക് പ്രയാസം വരുന്നുണ്ട്. റളിയല്ലാഹു അൻഹുവിന്റെ കത്തെഴുതി മുആവിയ എന്നവരെ അമീറുൽ മുഅ്മിനീനെ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് എന്ന സ്വഹാബി എന്നെ സുഖമായി ഭരണം നടത്താൻ വിടുന്നില്ല, എതിർക്കുകയാണ്. അല്ലാഹു വിളിച്ചു, ഉബാദ എന്തേ നിങ്ങൾ മുആവിയയെ അനുസരിക്കാത്തത്? ഇന്നഹു യഖുദുൽ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചെയ്യുന്ന ചില പണികൾ ഇഷ്ടമാവുന്നില്ല. അതുകൊണ്ട് എനിക്കവിടെ രേഖപ്പെടുത്തേണ്ടി വരുന്നു പറഞ്ഞപ്പോ മഹാനായ ഫാറൂഖ് ഷാമിലേക്ക് പോവണം. നിങ്ങളെ പോലെയുള്ള ആളുകളോ ഇല്ലാത്ത ഒരു പ്രദേശം നാശമാക്കട്ടെ എന്ന് ഫാറൂഖ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി. പല തിന്മകളെ പ്രതിരോധിക്കണമെന്ന് തന്നെയാണ്. പ്രതിരോധിക്കുന്ന രീതികളിൽ കർശനമായും ഡിസിപ്ലിൻ പാലിക്കേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിച്ച ആ ഒരു ഫണ്ടമെന്റൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ സ്വഹാബി ലമ്മാ ബായഅനാ റസൂലല്ലാഹി അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തപ്പോൾ ഹബീബിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ നാട്ടുകാരിൽ ഞാനായിരുന്നു ഏറ്റവും പ്രായം കൊണ്ട് ചെറുത്. ഞാൻ ചോദിച്ചു, നബിയേ
ഞങ്ങൾ അങ്ങയോട് ബൈഅത്ത് ചെയ്താൽ ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഞങ്ങൾ അങ്ങയോട് ബൈഅത്ത് ചെയ്താൽ ഞങ്ങൾ എന്താണ് കടപ്പാട് ചെയ്യേണ്ടത് എന്ന് ഞാൻ എന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ എന്റെ കൂടെയുള്ള ആളുകളൊക്കെ കണ്ണുരുട്ടി നബിയോട് അങ്ങനെ ചോദിക്കുകയോ, റസൂലിനോട് ബൈഅത്ത് ചെയ്യുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചോദിക്കുകയോ, പക്ഷേ ചോദിക്കുകയോ അല്ലാഹുവിന്റെ റസൂൽ എന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു ലീ അലൈക്കും أن تمنعوني مما تمنعوا منه نساءكم وأولادكم وأموالكم നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഔലാദക്കും അംവാലക്കും നിങ്ങൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കുമോ അതുപോലെ സംരക്ഷണം ഞാനും നിങ്ങളിൽ അർഹിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കുമോ നിങ്ങൾ എനിക്ക് അതുപോലെ ബൈഅത്ത് ചെയ്യുമ്പോൾ ഞാനും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലകുമുൽ ജന്ന. ബൈഅത്ത് ചെയ്യുമ്പോൾ ഫഅൽതും ദാലിക ഫലകുമുൽ ജന്ന. ഇത് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗ്ഗമാണ്. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഇത് ചെയ്താൽ നിന്നുകൊണ്ട് പറഞ്ഞു റബിഹൽ ബൈഉ ലാ നഖീലു വലാ നസ്തഖീം. റബിഹൽ ബൈഉ ഇത് വല്ലാത്തൊരു കച്ചവടമാണ്, ഇത് ലാഭമുള്ള ഒരു കച്ചവടമാണ്. ഇനി ഉച്ചയുറക്കമില്ല, ഇനി വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല നബിയെ. ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിന് വരികയാണ്. ഞങ്ങൾ ഹബീബിനോട് ബൈഅത്ത് ചെയ്ത വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന അങ്ങയുടെ സംരക്ഷണത്തിന് വരികയും തിന്മയുടെ കൂടെ ഹബീബിനോട് ബൈഅത്ത് എന്ന വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അരുതാത്ത ചില വിഷയങ്ങളൊക്കെ കാണുമ്പോൾ മഹാനായ ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു ചില വിഷയങ്ങളൊക്കെ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ മുആവിയ തങ്ങൾ ചോദിക്കും അലക യാ ഉബാദ ഉബാദ എന്താ നിങ്ങൾക്ക് പറ്റിയത്? മുആവിയ തങ്ങൾ ചോദിക്കും അലക യാ ഉബാദ ഇന്നക മാ കുൻത മഅനാ യൗമ ബായഅനാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്ത കാലത്ത് മുആവിയ നിങ്ങൾ ഷാമിലേക്ക് പോ, തിരുത്തി കൊടുക്കണം എന്നവരോട് ഞങ്ങൾ പറഞ്ഞു. തിരുത്തണമെന്നറിയുന്ന ആളുകളാണ്, അത് എങ്ങനെ ഇടപെടണമെന്നറിയുന്ന ഇൽമു നിങ്ങൾ തിരുത്തണമെന്നറിയുന്ന ഇബാദാണ്. അങ്ങോട്ട് പോയിക്കോളൂ, നിങ്ങൾ എന്നെ അനുസരിച്ചോളൂ. മുആവിയെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. മുആവിയെ നിങ്ങൾ കത്തെഴുതി മുആവിയ ഇബാദ തിരിച്ചു വരുന്നുണ്ട്, നിങ്ങൾ പരാതി പറഞ്ഞ ആള് ഇബാദയോട് നിങ്ങളൊന്നും കൽപ്പിക്കേണ്ട, ഇബാദ നിങ്ങളെ അനുസരിക്കുകയില്ല, ഇബാദ എന്നോടാണ് അനുസരിക്കുന്നത്, അതുകൊണ്ട് ഇബാദയെ വിട്ടേക്കണം, ഇബാദ സ്വതന്ത്രമായി വിഷയങ്ങളിൽ ഇടപെടട്ടെ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തിന്മകളെ എതിർക്കപ്പെടരുത് എന്നല്ല, തിന്മകളെ എതിർക്കപ്പെടുന്ന രീതികളിൽ മാറ്റങ്ങൾ വരുത്തണമെന്നാണ്. മനുഷ്യർ പരസ്പരം ഏത് വിഷയങ്ങളിലും പരസ്പരം ഒരു മനുഷ്യത്വവും ബഹുമാനവും ആദരവും കൊണ്ട് തന്നെ, ആദരവ് കൊടുത്തുകൊണ്ട് തന്നെയാവണം വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹബീബിന്റെ മുമ്പിൽ നടന്ന ചില സംഭാഷണങ്ങളുടെ നബി തങ്ങൾ എന്തൊക്കെയാണ് സഹിച്ചത്, എന്തൊക്കെ വാക്കുകളാണ് ഹബീബിന് കേൾക്കേണ്ടി വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒച്ച വെച്ച് സംസാരിക്കരുതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഒച്ച വെച്ച് സംസാരിക്കരുത്, ബഹളങ്ങൾ ഉണ്ടാക്കരുത്. അത് പിന്നെ പള്ളിയിലോ മദ്രസയിലോ അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സിലോ പിന്നെ പറയേണ്ട വിഷയമുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി ولا تجهروا له بالقول كجهر بعضكم لبعض. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ബനൂ തമീം ഗോത്രക്കാരുടെ ഒരു ഡെലിഗേഷൻ കടന്നു വരുന്നു, ഒരു സംഘം ആളുകൾ ബനൂ തമീമിൽ നിന്ന് കടന്നു വരുന്നു. ആ സദസ്സിൽ വെച്ച് ആരാവണം ബനൂ തമീമിന്റെ ലീഡർ എന്നൊരു തീരുമാനം വന്നപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഖഅഖഅ ഇബ്നു മഈദ് റളിയല്ലാഹു അൻഹു ആവണം. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല, അത് അഖ്റഅ ഇബ്നു ഹാബിസ് എന്നവരാവണം. അപ്പൊ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, ഉമറേ, ഞാൻ എന്ത് പറയുന്നുവോ അതിനെതിരാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല സിദ്ദീഖേ, അവിടെ അർഹനും കഴിവുമുള്ളത്
മഹാനായ അഖ്റഅ ഇബ്നു ഹാബിസ് ആണ്. സിദ്ദീഖ് എന്നവരെ പറഞ്ഞു അല്ല, കഅഖ ആണ്. അങ്ങനെ ചില വർത്തമാനങ്ങൾ രണ്ടുപേരും തമ്മിൽ നടന്നപ്പോ ശബ്ദം ഒരൽപ്പം ഉയർന്നുപോയി, ശബ്ദം ഒരൽപ്പം പൊങ്ങിപ്പോയി. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസമുള്ളവരെ, അല്ലാഹുവിനെ അംഗീകരിക്കുന്നവരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഹബീബിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളാരും ശബ്ദമുയർത്തി സംസാരിച്ചു പോവരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കുകയാണോ ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ? അൻ തഹ്ബതു അമാലുകും, നിങ്ങൾ ചെയ്തു പോയ അമലുകളെങ്ങാനും നിങ്ങൾ അറിയാതെ പൊളിഞ്ഞു പോയേക്കും. അറിയുമോ, അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾ പോലും സ്വീകരിക്കില്ല, ഒച്ചവെക്കല്ലേ എന്ന് ആയത്തിറങ്ങിയപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ഉകല്ലിമുക ഇല്ലാ കഅഖിസ്സിറാർ, നബിയേ നബിയേ, ചെവിയിൽ മന്ത്രിച്ച് സ്വകാര്യം പറയുന്ന പോലെയല്ലാതെ ഇനി ഞാൻ അങ്ങയോട് സംസാരിക്കില്ല നബിയേ, മാപ്പു തരണം. ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് അങ്ങോട്ട് പിന്നെ മെല്ലെയാണ് ഹബീബിനോട് സംസാരിക്കുക. ഈ ആയത്തിറങ്ങിയതിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു വല്ലതും പറയുമ്പോ നബി തങ്ങൾ ചോദിക്കുമായിരുന്നു, ഉമറേ എന്താ നിങ്ങൾ പറഞ്ഞത്, ഞാൻ കേട്ടില്ലല്ലോ, ഒന്നുകൂടെ മടക്കി പറയൂ. അത്രക്ക് സൗമ്യമായി ശബ്ദം കേൾപ്പിക്കാതെയാണ് പിന്നെ ആയത്തിറങ്ങിയതിന്റെ ശേഷം ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച നിലപാടുകളെന്ന് വിശുദ്ധരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന പ്രഗത്ഭനായ ഒരു നബിയെന്നോ വലിയെന്നോ അറിയപ്പെടുന്ന, ഇന്ന് ഈജിപ്തിന്റെ അലക്സാൻഡ്രിയയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആഫ്രിക്കക്കാരനായിരുന്ന ഒരടിമയായിരുന്ന, എന്നാൽ അല്ലാഹു ജ്ഞാനവും ഹിക്മത്തും നൽകി ആദരിച്ച മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്നോ അലൈഹിസ്സലാം എന്നോ പറയാൻ പറ്റുന്ന ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മോനോട് ചെയ്ത ഉപദേശം അല്ലാഹു സൂറത്തു ലുഖ്മാനിലെ 19-ാമത്തെ ആയത്തിൽ പറയുന്നൊരു ഭാഗം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖ്സുദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. മോനെ, വഖ്സുദ് ഫീ മശീക, നടക്കുമ്പോൾ സൗമ്യമായി നടക്കണം മോനെ. ബൂട്ടൊക്കെ ഇട്ടിട്ട് ഒച്ച വെച്ചിട്ട് പോകുന്നത് വഴിയിലുള്ള മുഴുവൻ ആളുകളും കേൾക്കത്തക്കെ അങ്ങനെ ഒരു അറഗൻസ്, ഒരു സ്റ്റബോൺ, ഒരു അഹങ്കാരിയുടെ രൂപത്തിൽ നടക്കല്ലേ. വഖ്സുദ് ഫീ മശീക, സൗമ്യമായിട്ട് നടക്കുമോനെ. വഗ്ളുദ് മിൻ സൗതിക, വല്ലവരോടും സംസാരിക്കുമ്പോ, ആശയം കൈമാറുമ്പോ, ചർച്ച ചെയ്യുമ്പോ ശബ്ദം താഴ്ത്തണം. ഇന്നൊരു കമ്മിറ്റി ജയിക്കുന്നത് എങ്ങനെയാ? ഒച്ച കൂടുതലുള്ള ആള് ജയിക്കും. അങ്ങനെയാണ് ഒച്ച വെച്ചിട്ട് ജയിക്കുക, അങ്ങനെയല്ലെന്നാണ്. ഒരു മനുഷ്യൻ ഒച്ച വെച്ചിട്ടല്ല ജയിക്കേണ്ടത്, ആശയത്തിന്റെ കരുത്തുകൊണ്ടാണ്. ഇപ്പോ ആധുനികരായ ടീച്ചേഴ്സ്, ഇപ്പൊ ഈ കാലഘട്ടത്ത്, ആധുനികരെന്ന് പറഞ്ഞതിനർത്ഥം അതാണ്, കണ്ടംപററീസ്, മുതാഖിരീങ്ങളെന്നോ ഈ കാലക്കാരെന്നോ അത്രയൊക്കെ അതിനർത്ഥമുള്ളൂ. ഈ അധ്യാപനം ചെയ്യുന്ന ആളുകള്, എത്ര വിദ്യാർത്ഥികൾ വലിയ ക്ഷമ പരീക്ഷിക്കും. ഇന്നത്തെ കലാലയങ്ങൾ, ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി സ്കൂളോ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. എന്ത് ബഹളം വെച്ചാലും അധ്യാപകൻ ബഹളം വെച്ചുകൂടാന്ന, വിദ്യാർത്ഥികളെന്ന് എന്ത് തലകുത്തി അവിടെ മറിഞ്ഞാലും നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, പക്ഷെ നമ്മൾ ഒച്ച ഉയർത്തി സംസാരിക്കരുത് എന്നാ. അപ്പോഴേ ആ കുട്ടികൾ അത് കേൾക്കുള്ളൂ. ശബ്ദമുയർത്താതെ നമുക്ക് ഡിസിപ്ലിൻ കൺട്രോൾ ചെയ്യാൻ വലിയ അതിന്റെ ടെക്നിക്കുകളെ സംബന്ധിച്ചുള്ള ട്രെയിനിങ്ങുകൾ ഇന്ന് ടീച്ചേഴ്സിന് കൊടുക്കും. ഞാനത് ഡെയിലി അനുഭവിക്കുന്ന ഒരാളാണ്, അധ്യാപകൻ എന്ന നിലയിൽ. നമുക്ക് ശബ്ദം വെച്ചുകൂടാന്നാണ്. ശബ്ദം വെക്കുമ്പോൾ ഇയാൾ കൺട്രോൾ നഷ്ടപ്പെട്ടു എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നതാണ്. മുമ്പത്തെ പോലെയല്ല ഇന്ന് പഠിപ്പിക്കുന്നത്, വലിയ അധ്വാനമാണ്. പഴയ പോലത്തെ ഈസി അല്ല. പഠിപ്പിക്കണം എന്ന ഒരു ലക്ഷ്യമുള്ള ഒരു സ്ഥാപനത്തിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ശമ്പളം കിട്ടി പോന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന സ്ഥാപനത്തിന്റെ കഥയല്ല. വഗ്ളുദ് മിൻ സൗതിക, ശബ്ദമുയർത്തരുത്. മക്കളോടാണെങ്കിൽ പോലും ഒച്ച വെച്ച് കയർക്കരുതെന്ന ആ വിഷയത്തിന്റെ ഗാംഭീര്യം അറിയുന്ന രീതിയിൽ വാക്കുകളിൽ നമ്മൾ അതിന്റെ ഗൗരവം കൊണ്ടുവരണം, ശബ്ദത്തിലല്ല.
ഒച്ച വെക്കേണ്ട കാര്യമിരിക്കുന്നത് വലിയ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പാരന്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ട്രെയിനേഴ്സ് ഒക്കെ പഠിപ്പിച്ചു തരും. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിവെക്കുകയാണ്. വഗ്ളുദ് മിൻ സൗതിക്, ശബ്ദം താഴ്ത്തണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അത് അങ്ങനെ ഒച്ചയിലാ കരയാ. അതുകൊണ്ട് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കരുത്. വിശുദ്ധ ഖുർആൻ പറയാൻ അദബുൽ ഹിവാർ എന്ന് പറയും, ദ ഡിസിപ്ലിൻ ഓഫ് എ ഡയലോഗ്. ഒരു സംഭാഷണം നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. വിശുദ്ധ ഖുർആൻ അത് വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നടന്ന ചില സംഭാഷണങ്ങളാണ് നമ്മുടെ കാതലായ ചർച്ചയിലേക്ക് ഇനി കടക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഫ്രഷായിട്ട് ഒരു സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടിരിക്കുകയാണ്. എഴുന്നേൽക്കാൻ പ്രയാസമില്ലാത്തവർ മാത്രം സ്റ്റേജ് മേൽ ആരും എഴുന്നേൽക്കേണ്ട. വേദന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറെ നേരമായിട്ട് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കയ്യും കാലൊക്കെ ഒന്ന് കയ്യൊക്കെ ഒന്ന് പൊക്കി നോക്കി ഒന്ന് കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് റിഫ്രഷ് ആയിട്ട് അടുത്തുള്ള പോലെ കണ്ണിലും തലയിലൊന്നും കുത്തല്ലേ, മെല്ലെ ഒരു സ്വലാത്തങ്ങ് ചെല്ലല്ലേ റാഹത്തായിട്ട്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ ഒന്നുറക്കെ ചൊല്ലിക്കോളൂ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കി പൊങ്ങുന്നുണ്ടോ നോക്കട്ടെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അവനാന്റെ കൈയാണോ പൊക്കി നോക്കി, നിങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. അതിനാണ്. അതിൽ വിഷ്കണ ആൾക്കാരുണ്ടല്ലോ. റബ്ബേ ഇരിക്കെ ജസാക്കല്ലാഹു ഖൈർ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആരെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ വന്ന് എന്തെങ്കിലും ചോദിക്കണം എന്ന് സ്വഹാബിമാർ ആഗ്രഹിക്കുമായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അനാവശ്യമായ ചോദ്യങ്ങളൊക്കെ ചില ആളുകൾ ഇങ്ങനെ ചോദിച്ചപ്പോ നബി തങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നു. ചോദ്യങ്ങൾ ജീവിതത്തിൽ ചോദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്താണ് ഈ തവസ്സുല്, എന്താണ് ഈ കറാമത്ത്, എന്താണ് മുഅ്ജിസത്ത്, എന്താണ് ഓരോ എപ്പോഴും കേൾക്കുന്ന വിഷയം, നിരന്തരം ചർച്ച നടക്കുന്ന വിഷയം ചോദിച്ചത് തന്നെ വീണ്ടും ചോദിക്കും, അതന്നെ അടുത്ത ഉസ്താദിനോടും ചോദിക്കും, അതന്നെ വേറെ സ്റ്റേജിലും ചോദിക്കും. ഇങ്ങനെ ചോദിച്ചൊരു രസം കൊള്ളുന്ന ഒരു സ്വഭാവക്കാരുണ്ടാവും. അവരുത്തരം കാണാനല്ല ചോദിക്കുന്നത്. ആസ്ക് ഫോർ ദ സേക്ക് ഓഫ് ക്വസ്റ്റനിങ്. വെറുതെ ഒരു ചോദിക്കുന്ന രസത്തിന് ചോദിക്കുക. ഖുർആൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ لا تسألوا عن أشياء إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم. ഇസ്ലാമിന്റെ നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. നബിയെ ഇത് ഹലാലാണോ, ഇത് ഹറാമാണോ, ഇത് പറ്റുമോ, ഇത് പറ്റില്ലയോ എന്ന് ഓരോന്നിനും നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ അല്ലാഹുവിന്റെ റസൂലെങ്ങാനും പറ്റില്ല 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം വിഷമമായി പോകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിയമം വരുന്നവരെ ഒന്ന് ക്ഷമിക്കണം. നബി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. സമയമാകുമ്പോൾ എല്ലാം പറഞ്ഞു തരും. അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്നതിന്റെ മുമ്പേ നിങ്ങളങ്ങ് തട്ടിക്കയറി നബി തങ്ങളോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കല്ലേ. ലാ തസ്അലൂ അൻ അശ്യാ ഇൻ തുബ്ദ ലക്കും തസുക്കും. ചില അനാവശ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അതിന് കിട്ടുന്ന മറുപടി കാരണം നിങ്ങളുടെ ജീവിതം തന്നെ പ്രയാസകരമായി പോയേക്കും. അതുകൊണ്ട് അനാവശ്യമായി ചോദ്യം ചോദിക്കരുത്. കാരണം നബിയുടെ മുമ്പിൽ വന്ന് ഹബീബിന്റെ സമയം കളയാൻ വേണ്ടി വെറുതെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. സൂറത്തുൽ മാഇദയിലെ 101-ാമത്തെ ആയത്ത്. ഇങ്ങനെ ചോദിക്കരുത്. ആ ആയത്തിറങ്ങിയപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളിങ്ങനെ കൊതിക്കും ഏതെങ്കിലും ഒരു അറബിയോ ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ളവൻ
അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ കുറെ ഇൽമു കിട്ടുമല്ലോ, ഞങ്ങളോടല്ലേ ചോദിക്കണ്ടെന്ന് പറഞ്ഞത്, ഏതോ നാട്ടുകാരൊക്കെ വന്ന് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഞങ്ങളിങ്ങനെ കൊതിച്ചു നിൽക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയാ, കുന്നാ യുഅ്ജിബുന റജുലുൽ ആഖിലു യഅതി മിനൽ ബാദിയ. മലയോര പ്രദേശങ്ങളിൽ നിന്ന് ചില നാടന്മാരൊക്കെ വന്നിട്ട്, ബുദ്ധിയുള്ള ആളുകൾ കേട്ടോ, അവര് വന്നിട്ട് നബിയോടൊക്കെ ഫയസ്അലു റസൂലല്ലാഹ് വനഹ്നു നസ്തമി', നബിയോട് ചോദ്യം ചോദിക്കുകയും ഞങ്ങളതിങ്ങനെ കേട്ടിരിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് വല്ലാത്ത കൊതിയായിരുന്നു. കാരണം ആളുകൾ നബി തങ്ങളോട് ചോദിച്ച പല ചോദ്യങ്ങളും മുമ്പ് അർത്ഥശൂന്യമായിരുന്നു, അതും അച്ചടക്കമില്ലാതെ. നബി തങ്ങളതൊക്കെ വല്ലാതെ സഹിച്ചു. ആ തിരുസന്നിധിയിൽ നടന്ന ചില സംഭാഷണങ്ങളിലൊക്കെ നബി തങ്ങൾ വളരെ വേദനിച്ചു പോയ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഞങ്ങളിങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ ദാ ഒരാൾ വരുന്നു, ആളുകളുടെ തോളിലൂടെയൊക്കെ കാലി വെച്ച് മറിഞ്ഞു കിടന്ന ഒരാളിങ്ങനെ ഓടി വരുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. മുഹമ്മദ് നബിയെ, അഅ്തിനി മിൻ മാലില്ലാഹ് ഫഇന്നക ലാ തുഅ്തീനി മിൻ മാലിക വലാ മിൻ മാലി അബീക്. മുഹമ്മദ് നബിയെ, എനിക്ക് പൈസ തരണം. നിങ്ങൾ തരുന്ന പൈസ നിങ്ങളുടേതല്ലല്ലോ, നിങ്ങളുടെ ഉപ്പാന്റേതല്ലല്ലോ, അള്ളാന്റേതല്ലേ, പൈസ തരും നബിയെ. ഞങ്ങളിങ്ങനെ അത്ഭുതപ്പെട്ടു, റബ്ബേ, നബിയോടാണ് ഈ ചോദിക്കുന്നത്. ഒരു പാട്ടപ്പിരിവാണെങ്കിലോ ഒരു വഅദിന്റെ സംഭാവന ചോദിക്കുകയാണെങ്കിലോ, ഏതെങ്കിലും ഉസ്താദ്മാര് അങ്ങനെ നിങ്ങളോട് സംഭാവന ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കോ, പൈസ ഇട്ടോളി, നിങ്ങളെ ഉപ്പാന്റേതോ നിങ്ങളെ ഉമ്മാന്റെ ഒന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആരെയും കൊടുക്കോ? ചോദിച്ചാൽ അവസ്ഥാന വഅദ് പറയാൻ വിളിക്കോ? ഒന്നും ചെയ്യൂല. മുത്തുനബിയോടായി ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നബിയുടെ പ്രത്യേകത. നമ്മളൊക്കെ മുഖെങ്കിലും കറുത്തുപോകൂലേ എന്നൊക്കെ ചോദിച്ചിട്ട് വരുമ്പോ? ദേഷ്യപ്പെടൂലേ? അതോ ഖുർആൻ പറഞ്ഞത് ഇന്നക ലഅലാ നബിയെ, this is outstanding, this is exceptional. നബിയെ, അങ്ങയുടെ ഈ സ്വഭാവം ഇതാരെക്കൊണ്ടും കഴിയില്ല നബിയെ. ഈ ഒരു സ്വഭാവം തങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോയി, നോക്കിയിട്ട് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നബി തങ്ങൾ വേറെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി നോക്കുമ്പോ അവിടെ ഇച്ചിരി മുന്തിരിയും ഉണക്കമുന്തിരിയും കുറച്ച് കാരക്കയും ഉണ്ട്. അതെടുത്തു കൊടുത്തു. നീ വേണ്ടത് എടുത്തോ എന്ന് പറഞ്ഞു. ആരോ നബിക്ക് കൊണ്ടുകൊടുത്ത ഹദിയയാണ്, തങ്ങൾ കൊണ്ടുകൊടുത്ത സമ്മാനമാണ്. വേണ്ടത് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ എടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജസാകല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറാ. നബിയെ, നിങ്ങൾക്കും കുടുംബത്തിനും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അദ്ദേഹത്തിന് പൈസ കിട്ടിയപ്പോ സമാധാനായി. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമായോ എന്ന് ചോദിച്ചു. അതേ, സന്തോഷായി. പിന്നെ നിങ്ങളെ നേരത്തെ എന്നോടാ പറഞ്ഞതേ, എന്റെ കൂടെയുള്ള എന്റെ അനുചരന്മാർ കേട്ടപ്പോ അവർക്ക് ഇഷ്ടായിട്ടില്ല. നിനക്കിപ്പോ സന്തോഷായില്ലേ? ആ, സന്തോഷായി. എന്നോട് ഇപ്പൊ ഒരു വാക്ക് നീ പറഞ്ഞില്ലേ, ജസാക്കല്ലാഹ് എന്ന്. അതെ, എന്റെ സ്വഹാബികൾ വരുമ്പോ നീ അവരുടെ മുമ്പിൽ ഒന്ന് പറയണം. കാരണം നിങ്ങളോടൊരു ദേഷ്യം അവർക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ സന്തുഷ്ടനാണെന്ന് അറിയുമ്പോ അവരുടെ മനസ്സിലെ ആ ഒരു തോന്നലങ്ങ് നീങ്ങിക്കിട്ടും. അത് നീ പറയോ? ആ, ഞാൻ പറഞ്ഞോടാ. ആ, സ്വഹാബികളെ വരിൻ. ദേഹം നേരത്തെ വന്നപ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ലാതെ വന്നപ്പോ ഇച്ചിരി ദേഷ്യപ്പെട്ട് വർത്താനം പറഞ്ഞിരുന്നു. ഇപ്പൊ ആള് സന്തോഷത്തിലാണ്. പിന്നെ എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞേ? ജസാകല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറാ. നബിയെ, നിങ്ങൾക്കും കുടുംബത്തിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോ സ്വഹാബികൾ ആ രംഗങ്ങനെ വീക്ഷിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, ഞാനും മനുഷ്യരും തമ്മിലുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ. ഞാനും മനുഷ്യരും തമ്മിലുള്ള ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചത് മുത്തുനബിയുടെ പരിശുദ്ധമായ പള്ളിയിൽ ഒരാൾ മൂത്രമൊഴിച്ച സമയത്താണ്. പള്ളിന്റെ ഉള്ളിൽ, മൂത്രപ്പുരയിലല്ല, പള്ളിയുടെ ഉള്ളിൽ. അകത്തെ പള്ളിയിലൊക്കെ മൂത്രമൊഴിച്ച എന്താ അവസ്ഥ? അത് നല്ല പ്രായമുള്ള ഒരാൾ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആളുകളൊക്കെ എഴുന്നേറ്റില്ലേ അയാൾ അടിക്കാനും പിടിക്കാനും. തങ്ങൾ പറഞ്ഞു, ലാ തുസ്രിമൂ,
വിട്ടേക്കണം, ഒന്നും ചെയ്യണ്ട, മൂത്രം മുറിച്ച് ഓടണ്ട, അദ്ദേഹം അവിടെ ഒന്നോട്ടെ എന്ന്. അതിൽ ചില ഹിക്മത്തുണ്ടെന്നാണ്. ഒന്നുകിൽ അയാൾ മൂത്രം വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്, അന്ന് പള്ളിയിൽ മണലാണ്, കാർപ്പറ്റ് ഇല്ല, മാർബിൾ ഇല്ല, ഗ്രാനൈറ്റ് ഇല്ല, ടൈൽസ് ഇല്ല, മണലാണ്. അപ്പോ അദ്ദേഹം മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇടക്ക് മുറിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് കേടാണ്. ഒന്ന്, നിങ്ങളൊക്കെ പേടിച്ച് ഈ മനുഷ്യൻ ഓടുകയാണെങ്കിൽ പള്ളി നടന്നു മൂത്രമൊഴിക്കും, പിന്നെ പള്ളി മൊത്തം നജസായി. അപ്പൊ തങ്ങൾ ഹിക്മത്തിൽ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ആളങ്ങനെ റാഹത്തിൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞു. തങ്ങളത് പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് കാണുകയാണ്. ഇവിടെ വരുന്നു പറഞ്ഞു. അദ്ദേഹം വന്നു. ഒന്നും കഥ അറിയില്ല, അത് നോർമലായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയത്. പുതിയ ഒരാളാണ്. തങ്ങൾ പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരും. കൊണ്ടുവന്നു. ഇതേ ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് അങ്ങ് ഒഴിച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ശുദ്ധിയാവുന്ന. അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഹാദിഹിൽ മസാജിദ്, ഈ പള്ളി ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദി, നിങ്ങളിപ്പോ ചെയ്ത പണിക്കൊന്നും പള്ളി പറ്റൂല കേട്ടോ. ഇത് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാനുള്ള സ്ഥലമാണ്. മൂത്രമൊഴിക്കാനൊക്കെ പുറത്തു പോയിട്ട് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നിസ്കാരം നടന്നു. ഇദ്ദേഹം ജമാഅത്തിലുണ്ട്. നബി തങ്ങൾ സലാം വീട്ടിയപ്പോൾ ഇദ്ദേഹം റാഹത്തിൽ അല്ലാഹുമ്മ അദ്ഖിൽനി വ മുഹമ്മദൻ ജന്ന, പടച്ചവനെ എന്നെയും മുഹമ്മദ് മുസ്തഫ തങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടത്തേണമേ. ഞങ്ങൾ രണ്ടാളും കടന്നാ പിന്നെ വാതിലണ്ട് അടച്ചേക്കണം പടച്ചവനെ. വലാ തുദ്ഖിൽ അഹദൻ ബഅദന, പിന്നെ ഒരാളെയും ആ സ്വർഗ്ഗത്ത് കടത്തണ്ടൻ അല്ലാഹുവേ. തങ്ങൾ ഇതിങ്ങനെ കേൾക്കുകയാണ്. സ്വല്ലല്ലാഹു അയ്നൽ ഖായിൽ, എവിടെയാ പറഞ്ഞ ആളെന്ന് ചോദിച്ചു. മിണ്ടണില്ല. ദേ എന്നെ മുഹമ്മദ് നബി മാത്രം കടത്തിയാൽ മതി സ്വർഗത്തിൽ, പിന്നെ വാതിലണ്ട് അടച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ ആളോട്, അത് ഞാനാ നബിയെ. അദ്ദേഹം വിചാരിച്ചു ഇതൊരു സന്തോഷമുള്ള ദുആയാണല്ലോ, നബി സമ്മാനം നൽകാൻ പോവുമായിരിക്കുന്നു. തങ്ങൾ പറഞ്ഞു, പിന്നെ ലഖദ് ഹജ്ജർത വാസിഅ, വിശാലമായ സ്വർഗത്തെ നിങ്ങൾ എന്തേ അങ്ങോട്ട് ചെറുതാക്കിയത്? ഞാനും നിങ്ങളും കടന്ന് കോടിക്കണക്കിന് ആളുകൾക്കും കടക്കാൻ അവിടെ സ്ഥലമുണ്ടല്ലോ, പിന്നെ എന്തിനേ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, നിങ്ങളല്ലേ എന്നെ അടിക്കാതെ, എന്നോട് ദേഷ്യപ്പെടാതെ, എന്നെ ഉപദ്രവിക്കാതെ കാര്യം മനസ്സിലാക്കി തന്നത്? ഇവരൊക്കെ എന്നെ അടിക്കാൻ വന്ന ആൾക്കാരല്ലേ. ആ ദേഷ്യം കൊണ്ട് തന്നെ നബിയെ അവരന്ന് സ്വർഗത്തേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, ഇന്നമാ മസലീ വ മസലുക്കും, ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ? പൊതുജനങ്ങളും ഞാനും തമ്മിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരാളിന്റെ ഒരു ഒട്ടകം, നല്ല ഒട്ടകമാണ്, പറഞ്ഞാൽ കേൾക്കുന്ന ഒട്ടകം. ഒരു ദിവസം അത് വിരണ്ട് ഓടുകയാണ്. അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളും ഈ ഒട്ടകത്തെ തളക്കാൻ വേണ്ടി പിന്നാലെ ഓടുന്നു. ഒട്ടകം ഓട്ടത്തോടോട്ടം നിൽക്കുന്നില്ല. നാട്ടുകാര് പിന്നാലെ കൂടുന്നു, ഒട്ടകം നിൽക്കുന്നില്ല. ആ ഇടക്കാണ് ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ വന്ന്, ദഊ, എന്റെ ഒട്ടകത്തെ നിങ്ങളൊന്ന് വിട്ടേ, ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നയാൾ പറയുകയും ഒരൽപ്പം ഏതോ ഒട്ടകത്തിന് ഇഷ്ടമുള്ള ഒരു പുല്ലുണ്ട്, അതയാൾ കയ്യിൽ പിടിച്ച് ഒട്ടകത്തിന്റെ മുമ്പിലോടി കാണിച്ചു കൊടുത്തപ്പോ ആ ഒട്ടകം അവിടെ നിന്നു. ഞാൻ ഈ മനുഷ്യനെ ചെയ്തത് ഇങ്ങനെയാണ്. നിങ്ങളൊക്കെ ദേഷ്യപ്പെടുകയും ഈ മനുഷ്യനെ അടിക്കാൻ എഴുന്നേൽക്കുകയും ചെയ്ത് ഈ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിനോട്, മുസ്ലിമീങ്ങളോട് വെറുപ്പുണ്ടായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയേക്കും. അങ്ങനെ ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമായിരുന്നു. അത് പോവാതിരിക്കാൻ ഓരോ മനുഷ്യരോടും എങ്ങനെ പെരുമാറണമെന്ന് ഞാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ വിടുകയാണെങ്കിൽ ഇസ്ലാമിൽ ആരെങ്കിലും സ്നേഹത്തോടെ നിലനിൽക്കുമോ? ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥനെ പോലെ ഓരോരുത്തർക്കും വേണ്ട പുല്ലെന്താണെന്ന്, ഓരോരുത്തർക്കും വേണ്ട രീതി എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ മനുഷ്യനെ ഉപദ്രവിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞതെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, ഇതൊക്കെ സഹിച്ചിട്ടുണ്ട് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മുമ്പിൽ ഒരു അറാബി വരുന്നു. സൂറത്തുൽ മാഇദയിലെ അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് ആയത്തിറങ്ങുന്നതിന്റെ മുമ്പ് ഒരു അറാബി വന്നു. നബിയെ ഒന്ന് പരീക്ഷിക്കണം എന്നാ മൂപ്പരുടെ ലക്ഷ്യം. അപ്പൊ ഒട്ടകത്തെ എവിടെയോ കെട്ടിയിട്ടിട്ട് അദ്ദേഹം വരുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അയ്ന നാഖതി, എന്റെ ഒട്ടകപ്പ് എവിടെയാണ് നബിയെ? എന്റെ ഒട്ടകപ്പ് എവിടെയാണ്? ഗൈബ് അള്ളാഹുവിന്റെ വിഷയമാണ്.
അല്ലേ? മറഞ്ഞു കിടക്കുന്ന വിഷയം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അംബിയ, അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങൾ, അവർക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നതാണ്. അവർക്കേത് കിട്ടുള്ളൂ. ജിന്നിന്റെ ശൈത്താണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ കാണുന്നവരുടെ പിന്നാലൊക്കെ നടന്നിട്ടേ അവര് ഒന്ന് രണ്ട് കാര്യമൊക്കെ നിങ്ങളോട് പറയും. അത് കേട്ടതുപോലെ ശരിയെന്ന് തോന്നും ചെയ്യും. നിങ്ങൾ പടച്ചവനാക്കി കൊണ്ടുനടക്കണ്ട. അത് ഇബ്ലീസ് കൂടെ ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിശാചായ ജിന്ന് കൂടെ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവിടെയല്ല വിഷയം. ഒരു മനുഷ്യന്റെ ദീനാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് നമ്മുടെ ശരീഅത്ത് പഠിപ്പിക്കാൻ കാരണം അതാ. മറഞ്ഞുകിടക്കുന്ന വിഷയങ്ങൾ പറയാൻ തട്ടിപ്പിന്റെ ആശാന്മാർക്ക് പറ്റുന്ന. മസീഹുദ് ദജ്ജാൽ പറയോലോ, ഔലിയ പാപ്പേട്ട മസീഹുദ് ദജ്ജാൽ പറയോലോ ഗൈബ്. പിശാചുമായി സേവയും ബന്ധവുമുള്ള ആളുകൾ പറയോലോ. അതുകൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞ അതൊന്നും നോക്കണ്ട. ദീനുണ്ടോ, അള്ളാനെ പേടിക്കണ മനുഷ്യനാണോ, ഇൽമുണ്ടോ, തഖ്വയുണ്ടോ, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഐന നാഖതി, നബിയെ എവിടെയാണ് എന്റെ ഒട്ടകം? ഉമർ തങ്ങൾ കണ്ട് ദേഷ്യപ്പെട്ടു. ഇരിക്കടോ എവിടെ? നിന്റെ ഒട്ടകത്തിന്റെ കാര്യം അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കേണ്ട കാര്യം എന്താ? അവിടെ ഇരിക്കുന്നു പറഞ്ഞു. അദ്ദേഹം മുണ്ടാണ്ടിരുന്നു. അവിടെ നബി തങ്ങൾ ഇങ്ങനെ നോക്കി ചിരിച്ചു. ഉമറേ, ചെയ്ത് നന്നായി എന്ന അർത്ഥത്തിൽ. നബി തങ്ങൾക്ക് ഒരു പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ഗൈബുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ചരിത്രത്തിന്റെ പല അവസ്ഥകളും നോക്കിയാൽ നമുക്കത് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നബി തങ്ങൾക്ക് അറിയാം അവിടെ ഒരു പക്ഷെ അള്ളാഹു അറിയിച്ചു കൊടുക്കും നബി തങ്ങൾക്ക്. പക്ഷേ ഉമർ തങ്ങൾ അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തോട്. നിന്റെ ഒട്ടകത്തിന്റെ കഥക്ക് നബിയോട് ചോദിക്കുക, അവിടെ ഇരിക്കുന്നു. അനാവശ്യം ചോദിക്കല്ലേ, തങ്ങളെ ഞങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിനോട് വഅദ് പറയാൻ വേണ്ടി നബി തങ്ങൾ വിടുകയാണ്, ദർസ് നടത്താൻ വേണ്ടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. വേറൊരിക്കൽ ഒരു അറാബി വരുന്നു. രസകരമായ സംഭവമാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ജുമുഅ നിസ്കാരത്തിലും ഖുതുബയിലും നബിയെ നിങ്ങൾ ഒരു മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആരാ നബിയെ മസീഹുദ് ദജ്ജാൽ? നബി തങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുക്കും. റജുലുൻ യഫ്തിനുല്ലാഹു ബിഹി അന്നാസ ബിഹി, അല്ലാഹു തആല ആ മനുഷ്യൻ കാരണം ജനങ്ങൾക്ക് പരീക്ഷണം നൽകും. ഈമാൻ ഉറച്ചവരെ, അടിപതറാത്ത ഈമാനുള്ളവരാരാണ്? എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും, എന്തെങ്കിലും അറിയുമ്പോഴേക്കും അങ്ങ് വിശ്വസിച്ചു പോകുന്ന ആളുകൾ ആരൊക്കെയാണ്? അത്ഭുതം കാണുമ്പോഴേക്കും അവിടെ വീഴാണ്. പൂജകൾ ചെയ്യാൻ പറയുന്ന ചികിത്സക്കാരികളുണ്ട്, ചികിത്സിക്കുന്നവരുണ്ട്. അസ്മാഇന്റെ പണിയാണെന്ന് പറയുന്നവര്, ജിന്നുണ്ടെന്ന് പറയുന്നവര്, മലക്കുണ്ട് കൂടെ എന്ന് പറയുന്നവര്, നിസ്കാരമില്ലാതെ, ഇബാദത്തില്ലാതെ, ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാതെ എത്ര ആളുകളുണ്ട്? സൂക്ഷ്മതയില്ലാതെ സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് ഇന്ന കുഴപ്പമുണ്ട്, നിങ്ങൾ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ പോയിട്ട് ഇങ്ങനത്തെ ഒരാളോട് തട്ടിപ്പിന്നാളോട് പോയി ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് കുഴപ്പമുണ്ട്, നിങ്ങളെ വീട്ടിൽ ആരോ ചെയ്തിട്ടുണ്ട്, അതിന്റെ കുടുംബക്കാരാന്ന് പറയും. എനിക്കൊരു കുഴപ്പമില്ല ഉസ്താദേ എന്ന് പറയുമ്പോഴാ പിന്നെ എന്നാ പിന്നെ ആള് മാറിയതായിരിക്കും എന്ന് പറയാം. എല്ലാവർക്കും കുഴപ്പമുണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അത്ഭുതം. ആരെടുത്ത് പോയാലും നിങ്ങൾക്കൊക്കെ കുഴപ്പമുണ്ടെന്നാ പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സാല് നമുക്ക് വിശ്വാസമല്ലേ? അള്ളാഹുവിന്റെ ഖദാ ഇല്ലാതെ ഈ ഭൂമിയിൽ വല്ലതും നടക്കുവോ? അല്ലാഹ് തീരും. വലവജ്തമഅൽ ഇൻസു വൽ ജിൻ അലാ അൻ യൻഫഉക, സർവ്വ മനുഷ്യരും സർവ്വഭൂതങ്ങളും കൂടി ചേർന്ന് നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ ഖദാ ഇല്ലാതെ ഒരു ചുക്കും ഒരു ഉപകാരവും ആർക്കും ചെയ്യാൻ കഴിയില്ല. എല്ലാവരും നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ തീരുമാനിച്ചു എല്ലാരും കൂടിയിട്ട്. ഇൻസുഹും വജിന്നിഹിം, ജിന്നും മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം കൂടിയിട്ട് നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. മാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഖദാ അല്ലാതെ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ലാഹ് തീരുമാനിക്കാതെ ഒരാൾക്കും, അല്ലാഹ് തീരുമാനിച്ച തടക്കാൻ കൊണ്ട് കഴിയോ? കഴിയൂല. മസീഹുദ് ദജ്ജാലിനൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഈ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ട് കേൾക്കുമ്പോഴേക്കും അങ്ങനെ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പും ഭൂതസേവകളും ചാത്താൻ സേവകളും ഒക്കെ ചെയ്തിട്ട് വലിയ വലിയ ഷെയ്ഖന്മാരായിട്ടും മുരീദന്മാരും ഷെയ്ഖന്മാരും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പല ആളുകളിലും
അനുഭവസ്ഥരായ ആളുകൾ പറയുന്ന കഥ അങ്ങനെയാണ്. പച്ചയായ ചാത്ത സേവ ചെയ്ത് നടന്ന് ജീവിക്കുന്ന, ചാത്തൻ സേവ ചെയ്തിട്ട് കറാമത്ത് കാണിക്കുന്ന ആൾക്കാരാണ്. നല്ല മനുഷ്യന്മാരുണ്ട്, സത്യസന്ധരായ ആളുകളുണ്ട്, അത് വേറെയാണ്. ഇൽമും തഖ്വയും ഇല്ലാതെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് കയറി വന്നിട്ട് ബോംബെയിൽ കുറെ കാലം ജീവിച്ചു, മദ്രാസിൽ കുറെ കാലം, അല്ലെങ്കിൽ ഇന്നാലിന് ഏതോ ഒരു ഗുൽബർഗ വല്ല ഗുണ്ടൽപേട്ടയിലോ അല്ലെങ്കിൽ അങ്ങ് കർണൂലിലോ അന്ന് ഭോപ്പാലിലോ എവിടെയെങ്കിലുമൊക്കെയാണ്, പിന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന ഔലിയപ്പാപ്പയാണ്. വിശ്വസിക്കാൻ നിൽക്കണ്ട, ഒരാളെയും കുറ്റം പറയണ്ട, നിങ്ങൾ വിശ്വസിക്കാൻ പോവണ്ട. ഹക്കും ബാത്തിലും മനസ്സിലാകുന്നവരെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരുപാട് ആളുകൾ വെറുതെ വസ്വാസിലായി സമ്പത്തും സമ്പാദ്യവും കൊടുത്ത് തൊലഞ്ഞ് പാപ്പരായി പോയിട്ടുണ്ട്. ചില ആളുകളുടെ തട്ടിപ്പിലൊക്കെ വീണുപോയിട്ട്. ഇവരൊക്കെ മസീഹു ദജ്ജാൽ വന്ന സിന്ദാബാദും തക്ബീറും വിളിക്കൂലേ? കാരണം ഇവൻ വലിയ ഔലിയപ്പാപ്പായിരിക്കും അവരുടെ കണ്ണില്. മഴ പെയ്യാൻ പറയുമ്പോ മഴ പെയ്യും. മസീഹു ദജ്ജാൽ അങ്ങനെയാണ്. മഴ ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങ് പെയ്യും. പറയൂലേ റബ്ബേ, ഇപ്പം തന്നെയാണ് പടച്ചോൻ. ഇതുപോലെ കിടക്കുന്ന ഭൂമിയോട്, റോഡില് ടാറ് കിടക്കുന്ന റോഡിനോടൊക്കെ കാര്യം പറയാ മുളക്കട്ടെ എന്ന് പറയുമ്പോ റോഡിലൊക്കെ നെൽക്കതിരുകൾ അങ്ങ് മുളക്കുകയായി. ഇതൊക്കെ കണ്ടാൽ ഈ ദുർബല വിശ്വാസമുള്ള ആളുകളൊക്കെ പെട്ടുപോകൂലേ? അതിനെന്നെ അള്ളാഹു മസീഹ് ദജ്ജാലിനെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖദാഇലും ഖദറിലും ഈമാനില്ലാതെ, ക്ഷമയില്ലാതെ, തവക്കുലില്ലാതെ മനുഷ്യന്മാർ ചെയ്യുന്ന ഈ പരക്ക ഓട്ടം കൊണ്ട് എവിടെയും എത്തൂല. അവര് നിങ്ങൾ ഓടിച്ചുകൊണ്ടേയിരിക്കും. എത്രയോ പ്രയാസം സഹിച്ച ഒരാൾ മാരണമാണ്, സിഹറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിയിട്ട് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയം ചെയ്യുന്നു. അവിശ്വാസിയായ, ഇസ്ലാം സ്വീകരിക്കാത്ത, മുസ്ലിം അല്ലാത്ത ഒരാളുടെ അരികത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നു. അത് ശറഇൽ പാടില്ലാത്തതാണ്. മുസ്ലിമീങ്ങളോടാ പറയുന്നത്. മറ്റു മതസ്ഥരായ ആളുകൾ സദയം ക്ഷമിക്കുക. മുസ്ലിമിന് അന്യ മതസ്ഥരുടെ മതപരമായ ചികിത്സ പാടില്ല. അങ്ങനെയാണ്. സാധാരണ മെഡിസിന്റെ വിഷയമല്ല പറയുന്നത്. പൂജയും ഭസ്മവും അതും ഇതും നമുക്ക് പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്യും, ഇദ്ദേഹത്തിന് കുറച്ച് ശിഫയാവും, വീണ്ടും സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുന്നു, വീണ്ടും അസുഖം വീണ്ടും വരും, ഒരുപാട് പൈസ കൊടുക്കുന്നു, ഒരുപാട് കുറച്ച് സുഖാവും, വീണ്ടും ആ സുഖം തിരിച്ചു വരുന്നു. അങ്ങനെ ഇദ്ദേഹം ഒരിക്കൽ ഈ പൂജാരിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഈ പൂജാരി പറയാറുണ്ട്, നിനക്ക് ഇന്നവനായി പണി ചെയ്യണത്. ആ പണി ചെയ്യുന്ന മനുഷ്യൻ ഈ പൂജാരിന്റെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ചെയ്യുന്നതും കളയുന്നതും ഒക്കെ ഒരാളാണ്. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് ആ മനുഷ്യന് കണ്ണു തുറന്നത്. ഞാൻ ഇത്രയും കാലം പമ്പര വിഡ്ഢിയായി പോയല്ലേ റബ്ബേ. ഷിർക്കിന്റെ കാര്യമാണ് ചെയ്യുന്നത്. ഇസ്ലാം എന്ന് പുറത്തു പോവില്ലേ? എത്ര ഗുരുതരമാണ്. നമ്മൾ ചിന്തിക്കാറുണ്ടോ? അസ്മാഇന്റെയും തുൽസമാത്തിന്റെയും കിതാബുകൾ വാങ്ങിയിട്ട് പൈസ ഉണ്ടാക്കാനോ ജീവിത വരുമാനത്തിനോ വേണ്ടി ഇൽമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ശരീഅത്തിന്റെ ഇൽമിൽ എന്താണ് മഅ്ദൂൻ ഫീ? ചെയ്യാൻ പറ്റുന്ന വരകൾ എന്തൊക്കെയാണ്? ചെയ്യാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? ഷിഫാഇന് വേണ്ടി എന്തൊക്കെ വചനങ്ങൾ ചൊല്ലാൻ പറ്റും? ഇതൊന്നും പഠിക്കാതെ ഏതെങ്കിലും പുസ്തക ഷോപ്പുകളിൽ കിട്ടുന്ന അറബി കിതാബുകളാണ് വാങ്ങിയിട്ട് എഴുതാൻ കുത്താനും ബോർഡും വെച്ചിട്ട് ഇരുന്നാൽ മുഅ്മിനെ ഈമാൻ അവിടെ കൊടുത്തിട്ട് പോരേണ്ടി വരും. സിഹിർ, പച്ചയായ സിഹിർ, അസ്മാഇന്റെ പണിയാന്ന് പറഞ്ഞ് ചെയ്യുന്ന വിവരമില്ലാത്ത മനുഷ്യന്മാരുണ്ടായിരിക്കാം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇന്ന ആളുകൾ ശരി, ഇന്ന ആളുകൾ തെറ്റ്, ഇത് പറഞ്ഞാൽ ആരെക്കൊണ്ടും കഴിയില്ല. നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണോ? നിസ്കാരവും അള്ളാഹുവിന്റെ ശരീഅത്തിനോടുള്ള ബഹുമാനവും ശറഅ് അംഗീകരിക്കാത്ത പൂജാകർമ്മം ഇതൊന്നും ചെയ്യിക്കാതെ തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് റുഖിയ ചെയ്ത്, അള്ളാഹുവിന്റെ ഖുർആനും ദിക്റും ദുആവും ചെയ്തിട്ട് ചികിത്സിക്കാൻ കഴിയുന്ന മഹാന്മാരുണ്ട്. ഒന്ന് അന്വേഷിക്കേണ്ടി വരുന്നേ ഉള്ളൂ. നമ്മുടെ കുമ്പോൽ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ അവറുകൾ കാണുന്നില്ലേ? തങ്ങൾ വല്ല തകട് എഴുതി കൊടുത്തിട്ടുണ്ടാ? ആരോടെങ്കിലും എന്തെങ്കിലും തങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? അത് ചെയ്യ്, ഇത് ചെയ്യ്. തങ്ങൾ ചികിത്സിക്കാൻ പറയും. ഇന്ന ഡോക്ടർ പോയി കണ്ടോ, മരുന്ന് കഴിക്കാൻ വേണ്ടി പറയും. തങ്ങളിപ്പാ എത്ര കാലമായി ദുആ ചെയ്യും അല്ലേ? പൊയ്ക്കോ, നിനക്ക് അല്ലാഹ് ശിഫ തരും, സുഖായിക്കോളും. എന്തൊരു മനോഹരം, റാഹത്തല്ലേ? വല്ല പേടിയുണ്ടോ? അത് ശറഅ് അംഗീകരിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതികളല്ലയോ? അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ഉസ്താദുമാർ ആണെന്ന് ഞാൻ പറയില്ല. ഉസ്താദുമാരുടെ കോലം കെട്ടി നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോളൂ. അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട വിഷയമാണിത്. കിട്ടുന്ന കിതാബുകളൊന്നും നോക്കിയിട്ട് എഴുതി കൊടുക്കാൻ പറ്റുന്ന സംഗതിയല്ല ഈ ഇലാജിന്റെ രീതികൾ. ഇതിൽ അനുവദിക്കപ്പെട്ടതുണ്ട്, അനുവദിക്കപ്പെടാത്തതുണ്ട്. അത് പഠിച്ച് വിവരമുള്ളവർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളും ഫിത്നയിലാകും, നിങ്ങളെ കൂടെ കൂടുന്ന ആളുകളും ഫിത്നയിലേ. അപ്പൊ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
അറാബിയായ ആള് വന്ന് പറയുകയാണ്, നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയെ സ്വലാത്തുൽ ജുമുഅയിൽ അങ്ങീ പറയുന്ന മസീഹുദ് ദജ്ജാൽ ആരാ നബിയെ? ആരാ നബിയെ മസീഹുദ് ദജ്ജാൽ? റജുലുൻ യഫ്തിനുല്ലാഹു തആല ബിഹി അന്നാസ്, ജനങ്ങളെ അല്ലാഹു പരീക്ഷിക്കാൻ കൊണ്ടുവരുന്ന ഒരാളാണ്, പരീക്ഷിക്കാൻ കൊണ്ടുവരുന്ന ആളാണ് മസീഹുദ് ദജ്ജാൽ. അആദനല്ലാഹു മിൻ ശർരി, അല്ലാഹുവേ അവന്റെ ശർറിൽ ഞങ്ങളെ കാക്കണേ പടച്ചവൻ. വഇൻദഹു ജന്നത്തുൻ വനാർ, മസീഹുദ് ദജ്ജാലിന്റെ കയ്യിൽ നരകമുണ്ട്, അവന്റെ കയ്യിൽ സ്വർഗവുമുണ്ട്. അങ്ങനെയാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ ലർവാടി പോലെ പൂന്തോപ്പ് കാണാൻ പറ്റും, ഒരു ഭാഗത്ത് ഇങ്ങനെ തീജ്വാലകൾ അവന്റെ സൈഡിൽ കാണാൻ പറ്റുന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, അവന്റെ നരകം, അവനെ വിശ്വസിക്കാത്തവരെ നരകത്തിലേക്ക് അവൻ എറിയ, ആ നരകം ശരിക്ക് നരകമല്ല. അവനെ വിശ്വസിച്ചവരവൻ സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞയക്കും. പക്ഷെ ആ കാണുന്ന സ്വർഗം സ്വർഗമല്ല, അത് നരകമാണ്. ഇത് തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇൻദഹു സരീദ്, അവന്റെ കയ്യിൽ സരീദ് എന്ന ഭക്ഷണവും ഉണ്ടായിരിക്കും. അപ്പൊ അറബിക്ക് രസം കുടുങ്ങി. സരീദ് എന്ന് പറഞ്ഞാൽ റൊട്ടിയും ഉണ്ടാക്കുന്ന, അല്ലെ, ബ്രെഡും. സരീദ് എന്ന് നമുക്കറിയാം, അത് അറബികൾ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണം. റമദാനൊക്കെ ഇഷ്ടം പോലെ കഴിച്ചവരോ എവിടുന്നെങ്കിലും കിട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കും, ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടായിരിക്കും. കാസർഗോഡൊക്കെ മാഷാ അല്ലാഹ് നല്ല ഭക്ഷണമാണ്. ഇപ്പോ മുമ്പൊക്കെ താഴ്വ, അല്ലെ, വേളതിന് പറ്റിയ നാട് കാസർഗോഡ്, ചാറിന്റെ കാര്യം പോക്കാന്നൊക്കെ പറഞ്ഞ്, ഇപ്പൊ അങ്ങനെയല്ല. അൽഹംദുലില്ലാ, നല്ല ഭക്ഷണവും രുചിയുള്ള പാചകങ്ങളൊക്കെ നമുക്കറിയാം. സരീദൊക്കെ ഉണ്ടാക്കുന്ന വീടുകളും ഹദീസ് ഉണ്ടാക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. അറാബികളുടെ രസം കൂടി, നബിയെ അവന്റെ കയ്യിൽ സരീദുണ്ടോ? പടച്ചോനെ, അതൊക്കെ രാജാക്കന്മാരെ മാത്രം നിന്നുന്ന ഭക്ഷണമാണ് അന്ന്. റൊട്ടിയും മാംസവും കുഴച്ചുള്ള സരീദ് ഭക്ഷണവും മസീഹുദ് ദജ്ജാലിന്റെ കയ്യിലുണ്ട്. അറാബികളുടെ രസം കുടുങ്ങിയില്ലേ? ചോദിച്ചു, നബിയെ ആ സരീദ് തിന്ന വല്ല കുഴപ്പമുണ്ടോ? ഇനി ചോദിക്കാൻ പോകുന്നത് അനാവശ്യ ചോദ്യമാണ്. ആ സരീദ് തിന്ന വല്ല കുഴപ്പമുണ്ടോ നബിയെ? എന്താ സംഭവിക്കുക ആ സരീദ് കഴിച്ചാൽ? യുഗ്രീക്കും, അവൻ നിങ്ങളെ മയക്കിക്കിടത്തും. അവൻ നിങ്ങളോട് തിന്മ ചെയ്യാൻ വേണ്ടി പറയും. അവൻ നിങ്ങളോട് പറയും, ഇത് സ്വർഗമാണ്, ഇത് നരകമാണെന്ന് പറയും. അതുകൊണ്ട് അവന്റെ നരകം സ്വർഗവും അവന്റെ സ്വർഗം നരകവുമാണ്. അതുകൊണ്ട് തിന്നണ്ട കേട്ടോ, തിന്നാ പെട്ടുപോകുന്നു. ചില ചാത്തൻ സേവ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്, അങ്ങനെ ഔലിയാക്കന്മാരും വലിയ വലിയ ശൈഖന്മാരാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ, കടുത്ത പച്ചയായ ഹറാമ് ചെയ്യുന്നവർ. കൈമ പിടിച്ച് ബൈഅത്ത് എന്ന് പറഞ്ഞ് കൈയ്യണ്ട് പിടിച്ചല് പരമാർത്ഥം, പിന്നെ ആൾക്ക് വേറിടാൻ പറ്റൂല എന്നാണ്. അങ്ങനത്തെ ചില സേവകൾ വരെ ഉണ്ടെന്നാണ്. പിടിച്ചാൽ പിന്നെ വേറിടാൻ പറ്റൂല. എന്ത് തന്നെ ആ മനുഷ്യൻ ചെയ്യുന്ന തിന്മകളോ, സ്വന്തം മുരീദന്മാരുടെ കാര്യം പോകട്ടെ, സ്വന്തം വീട്ടിലുള്ളവർ, മക്കൾക്ക് പോലും തർബിയത്ത് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് വലിയ വലിയ ശൈഖന്മാരായിട്ടൊക്കെ നടക്കുന്ന ചില ആളുകൾ. അള്ളാഹുയുടെ ശർറിന്നൊക്കെ ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പച്ചയായ ആർഭാടത്തോടുകൂടെ നടക്കുകയും സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയും മുരീദന്മാരുടെ സമ്പത്തിൽ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറയുകയും ചെയ്ത് മണിമാളികകൾ സ്വന്തം ചെലവിലല്ല, സ്വന്തം മുരീദന്മാരോട് പൈസ വാങ്ങിച്ചിട്ട്, നിർബന്ധിപ്പിച്ച് വാങ്ങിച്ചിട്ടുമല്ലാതെയും ആർഭാടത്തോടെ ജീവിക്കാൻ വേണ്ടി മാത്രം ഈ ദീനിനെ വെറും തുരുപ്പിച്ചിട്ടായി മാറ്റുന്ന ആളുകൾ നമ്മുടെ കൺമുമ്പിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇതൊക്കെ കുറച്ചു കഴിഞ്ഞ ഞാൻ അങ്ങനെ ഇപ്പൊ പറയുന്നത്. അത്തരം ത്വരീഖത്തുകൾ കൂടിയ ആളുകൾ ഒരുപക്ഷെ അത് വലിയ ചോദ്യചിഹ്നമായിട്ടോ തീവ്രതയോടെയോ ദേഷ്യത്തോടെയോ വൈരാഗ്യത്തോടെയോ ചിന്തിച്ചേക്കാം. ഈ പറയുന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും എന്ന് മാത്രം ഞാൻ പറയാം. വഞ്ചിക്കപ്പെട്ടു പോവണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ഉമ്മത്തിന്റെ അഖീദ കൊണ്ട് കളിക്കാൻ, ഈ ഉമ്മത്തിന്റെ ഈമാന് കൊണ്ട് പന്തമാടുകയാണ്. പരിശുദ്ധരായ ആലിമീങ്ങളെ ചീത്ത പറയാൻ. ഇൽമില്ലാതെ എങ്ങനെയാണ് ദീനിന് നിലനിൽപ്പുണ്ടാവുക? ഇൽമില്ലാതെ ദീനിന് അൽ ഉലമാഉ വറസത്തുൽ അംബിയ, ശരീഅത്തില്ലാതെ ത്വരീഖത്തില്ലെന്ന് പറഞ്ഞത് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. മശായിഖന്മാരുടെ ഷെയ്ഖായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയാ, അഷ്റഫുൽ ഖൽഖിന്റെ ശരീഅത്ത്, വിശുദ്ധ ഖുർആനും സുന്നത്തും ഈ ഉമ്മത്തിന്റെ മസാദിറുകളും, ഇതില്ലാതെ ഒരു മനുഷ്യനും ത്വരീഖത്തില്ല, ഒരു മനുഷ്യനും ഹഖീഖത്തുക്കും എത്താൻ കഴിയില്ല. ശരീഅത്തിന്റെ ഇൽമിന്റെ ആലിമീങ്ങളൊക്കെ ചീത്ത പറയുകയും അവർക്ക് ഒന്നും അറിയില്ലെന്നോ അവരൊന്നും തിരിയാത്തവരാണെന്നോ പറയുന്ന ആളുകൾ മൗഢ്യമാണ് പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലെങ്കിലും അവർ തിരിച്ചറിയണം. വളരെ ഗൗരവത്തിലും വേദനയിലുമാണ് ഞാൻ ഇത് പറയുന്നത്. മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറയാൻ, അവന്റെ സരീദ് തിന്നാൽ മതി, നിങ്ങൾ പെട്ടുപോകും. അറാബി പറഞ്ഞു, പൊന്നാര നബിയെ ഞാനെന്ന് പറഞ്ഞോട്ടെ, വല്ലാഹി ലആകുലന്ന മിൻ സരീദിഹി ഹത്താ അശ്ബഅ,
അവന്റെ ശരീത് ഞാൻ വയറ് നിറച്ച് തിന്നു നബിയെ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, മസീഹു ദജ്ജാൽ വരികയും അവന്റെ കയ്യിൽ ഈ ശരീത് ഭക്ഷണം ഉണ്ടാവുകയും ചെയ്താൽ ഞാനത് വയറ് നിറച്ചു തിന്നും, എന്നിട്ട് അവന്റെ ജന്നത്തും അവന്റെ നാറും ഞാൻ വിശ്വസിക്കാതെ പോവുകയും ചെയ്യും നബിയെ. ഞാൻ അവനെ വിശ്വസിക്കൂല, പക്ഷെ ഞാൻ വയറ് നിറച്ച് തിന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളഹിക റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചിരിച്ചു ഈ ചോദ്യം കേട്ടിട്ട് എന്ന് മഹാനായ സ്വഹാബി ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്. സുബ്ഹാനല്ലാഹ്. നബിയോട് വെറുതെ അനാവശ്യ ചോദ്യമാണ് ചോദിച്ചത്, അനാവശ്യമായ ചർച്ചയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നബി തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാദാ തഖൂലു യാ ഫുലാൻ ഫീ ആഖിരി തഹിയ്യാത്ത് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. വേറെ റിവായത്തുണ്ട് അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്തു അസ്സലാമു അലൈക. അങ്ങനെ അത്തഹിയ്യാത്തുണ്ട്, വ്യത്യസ്ത റിവായത്തുകളുണ്ട്. ഇരിക്കട്ടെ, ഹദീസ് പഠിച്ചാൽ മതി. ഞാൻ അത്തഹിയ്യാത്ത് പഠിപ്പിച്ചു എന്ന് പറയണ്ടേ, കാര്യം പഠിക്കാതെ. അതങ്ങനെയാണ്. അപ്പോ നബി തങ്ങൾ ചോദിച്ചു, ഈ അത്തഹിയ്യാത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ എന്താണോ പറയുന്നത്, നീ എന്താ ചൊല്ലാറുള്ളത് അത്തഹിയ്യാത്തില് എന്ന് ചോദിച്ചപ്പോ ആ അറാബി പറഞ്ഞു, പൊന്നാര നബിയെ, ഞാൻ അള്ളാഹുവിനോട് സ്വർഗം തരാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്, പിന്നെ നരകത്തെ തൊട്ടെന്നെ കാക്കണേ പടച്ചവനെ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ നബിയെ, നിങ്ങൾ മുആദ് ഇബ്നു ജബലൊക്കെ ഇങ്ങനെ ചൊല്ലുന്നുണ്ടല്ലോ, അതൊന്നും എനിക്കറിയില്ല നബിയെ, ഞാൻ അതൊന്നും ചൊല്ലിയിട്ടില്ല. ഞാൻ അള്ളാഹിനോട് സ്വർഗം തരണേ പടച്ചവനെ, നരകത്തെ തൊട്ട് കാക്കണേ, ഞാൻ അത്രേ പറയാറുള്ളൂ. നിങ്ങൾ മുആദ് ഇബ്നു ജബൽ എന്ന സ്വഹാബി, മുആദ് ജബൽ എന്ന വലിയ ആലിമായ സ്വഹാബിയാണ്, നബി തങ്ങൾ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്ന സ്വഹാബിയാണ്. മഹാനവർ അതൊന്നും എനിക്കറിയില്ല, ഞാനത് പഠിച്ചിട്ടില്ല നബിയെ, ഞാനത് ചൊല്ലാറില്ല. അപ്പൊ നബി തങ്ങൾ ഇത് കേട്ടുകൊണ്ട് ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാ ഹൗലഹാ നുദന്ദിൻ, ഞങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം തന്നെയാണ് ഞാനും മുആദ് എന്നവരും ചൊല്ലുന്നത്, അത് ചൊല്ലി പഠിച്ചൂടെ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഈ സ്വഹാബിക്ക് ഇത് അറിയില്ല, അറബിയാണിത്, അറിയില്ലെങ്കിൽ നബിയെ എനിക്കൊന്ന് പറഞ്ഞു തരോ, നബിയെ എനിക്കൊന്ന് പഠിപ്പിച്ചു തരോ എന്ന് ചോദിക്കേണ്ട സ്ഥാനത്താണ് എന്ത് പറയണത്, നിങ്ങളും മുആദും പിറുപിറുക്കുന്നതൊന്നും അതൊന്നും എനിക്കറിയില്ല നബിയെ, ഞാൻ അള്ളാഹിനോട് ഇങ്ങനെ പറയാറുണ്ട്. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശരീഅത്തിന്റെ നിയമങ്ങൾ നടപ്പാക്കാൻ അധികാരമുള്ള അള്ളാഹുവിന്റെ റസൂലാണ് മുമ്പിലുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് ചോദിച്ചാ പോരെ. പക്ഷെ പഠിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ഹബീബിനോട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ സംസാരങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നടക്കുമ്പോഴാണ് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങളൊക്കെ കൊതിക്കുകയായിരുന്നു, ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരാൾ വന്ന് നബിയോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയും ഞങ്ങളത് കേട്ട് പഠിക്കുകയും ചെയ്തെങ്കിൽ എന്ന് ഞങ്ങൾ വല്ലാതെ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു ഒരാൾ, ശദീദു ബയാദി സിയാബ്, വസ്ത്രം നന്നായി വെളുത്ത ഒരാൾ, ശദീദി സവാദി ശഅരി, മുടിയുടെ കറുപ്പ് നല്ല കറുപ്പ് നിറമുള്ള ഒരാൾ, മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ പൊടിപടലങ്ങളോ യാത്രാ ക്ഷീണമോ ബാധിച്ചതിന്റെ അടയാളങ്ങളില്ലാതെ വളരെ ഫ്രഷ് ആയിട്ട് ഒരാൾ കടന്നു വരുന്നു. ലാ യഅരിഫുഹു മിന്നാ അഹദുൻ, ഞങ്ങളിൽ ഒരാൾക്കും ഇതാരാണെന്നറിയില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കയറി വന്നു, നബിയുടെ മുമ്പിൽ വന്നിരുന്നു, കാൽമുട്ട് മടക്കി വെച്ചു, അത്തഹിയാത്തിൽ ഇരിക്കുന്ന പോലെ, ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന പോലെ കാല് മടക്കി വെച്ചു. ഫവളഅ കഫൈഹി അലാ ഫഖിദൈഹി, ആ ഹദീസിന്റെ വചനത്തിന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അർത്ഥം പലതും കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രബലമായ അർത്ഥത്തിൽപ്പെടുന്ന അർത്ഥമാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കയ്യ് നബിയുടെ കാൽത്തുടയിൽ വെച്ചു എന്നത്. അങ്ങനെയായിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മുമ്പിൽ അങ്ങനെ ഇരുത്തം ഉണ്ടാകാറില്ല. അഷ്റഫുൽ ഖൽഖിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ അവരുടെ തലയുടെ മീതെ പക്ഷികൾ ഇരിക്കുന്ന പോലെ സ്വഹാബിമാർ സൗമ്യരായിട്ടേ ഇരുന്നിട്ടുള്ളൂ. ഉസ്താദിന്റെ തോളിൽ കൈവച്ചുകൊണ്ടോ ഉസ്താദിന്റെ കാലിൽ കൈവച്ചുകൊണ്ടോ അങ്ങനെ ചെയ്യില്ലല്ലോ ഒരു ശിഷ്യൻ. മുത്തനബി തങ്ങൾ പോലും ഇത് ജിബ്രീൽ അലൈഹിസ്സലാമാണെന്നറിയുന്നത് ഇതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഉലമാ പറഞ്ഞിട്ടുണ്ട്. വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നുണ്ടെന്നോ വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണെന്നോ കാലേ കൂട്ടിയുള്ള വിവരം അല്ലാഹു ഹബീബിന് കൊടുത്തിട്ടില്ല. സ്വഹാബികൾ പോലും അത്ഭുതപ്പെടുകയാണ്. ലാ യഅരിഫുഹു മിന്നാ അഹദുൻ, ഞങ്ങളിൽ ഒരാൾക്കും അദ്ദേഹത്തെ മനസ്സിലായില്ല. ആരാണ് ഈ വന്നത്? യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ, മൽ ഇസ്ലാം,
എന്താണ് നബിയെ ഇസ്ലാം എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുസ്ലിമാവെന്ന് പറഞ്ഞ അതാണ്. ആരാധിക്കപ്പെടാൻ അർഹനായി, പൂജിക്കപ്പെടാൻ അർഹനായി, ഇബാദത്തിന് അർഹനായവൻ ഒരേ ഒരു സൃഷ്ടാവ്, അത് അല്ലാഹുവാണ്. മുഹമ്മദ് നബി ആ പടച്ച തമ്പുരാൻ മനുഷ്യർക്ക് നിയോഗിച്ച അവന്റെ റസൂലാണ്. ഇത് അംഗീകരിക്കല്. നിസ്കാരം നിലനിർത്തലാണ്. തസൂമ റമളാൻ, റമളാൻ നോമ്പെടുക്കലാണ്. സകാത്ത് കൊടുക്കലാണ്. ചില റിവായത്തിൽ ഹജ്ജ് പറഞ്ഞു, ചിലതിൽ ഹജ്ജ് പറഞ്ഞില്ല. ഹജ്ജ് ചെയ്യലുമാണ്. 5 കാര്യം പറഞ്ഞു. അപ്പോ ചോദിച്ച ആള് പറയുന്നു സ്വദഖത. ഉത്തരം ശരിയാണ്. അപ്പൊ ഞങ്ങളൊക്കെ മുഖത്ത് നോക്കാൻ തുടങ്ങി. ഇത് അത്ഭുതമുള്ള ചോദ്യക്കാരനാണല്ലോ. ചോദ്യം അറിയാത്തത് ചോദിക്കുമ്പോ എങ്ങനെയാ ഉത്തരം കിട്ടുമ്പോ ഇത് ശരി തന്നെയാന്ന് പറയാ. അപ്പൊ ആദ്യം അറിഞ്ഞിട്ടാണോ ഇയാൾ ചോദിക്കുന്നത്? ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പിന്നെ ചോദിച്ചു, എന്താണ് നബിയെ ഈമാൻ? ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ മറുപടി കൊടുത്തു, അല്ലാഹുവിന്റെ റസൂലിന് അപ്പോഴേക്കും വിവരം കിട്ടിക്കഴിഞ്ഞു. ഈ ഇരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദരി ഖൈരിഹി വശർരിഹി. അല്ലാഹുവിൽ വിശ്വസിക്കണം, അവൻ മാലാഖമാരുണ്ടെന്ന് വിശ്വസിക്കണം, അവന് പ്രവാചകന്മാരുണ്ട്, ആ പ്രവാചകന്മാരുടെ കൈകളിലാൽ മനുഷ്യർക്ക് ജീവിക്കാനുള്ള ജീവിത രേഖ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ഈ ലോകത്തിന് അവസാനമുണ്ട്, മനുഷ്യന് വിചാരണയുണ്ട്, അല്ലാഹുവിന്റെ കോടതിയുണ്ട് എന്ന് വിശ്വസിക്കണം. പിന്നെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഖൈറും ഷർറും അത് അല്ലാഹു നിയന്ത്രിക്കുന്നതാണെന്ന് വിശ്വസിക്കണം. മിനിങ്ങളെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഇറാഖിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് ഇബ്നു ഉമർ എന്നവരോട് പറഞ്ഞു, ഇബ്നു ഉമറേ, ഇറാഖിലെ ചില വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ ഖദറിലും ഖദായിലും വിശ്വസിക്കുന്നില്ല. നമ്മൾ എന്ത് വരുമ്പോഴും ഓടുകയാണ്, പേടിച്ചോടുകയാണ്. തലവേദന വരുമ്പോഴേക്കും കണ്ണാറാണോ, ജലദോഷം വരുമ്പോഴേക്കും ആരും സിഹർ ചെയ്തോ? എന്താ മുഅ്മിനേ നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്? നമുക്കെന്തേ തീരെ ഒരു ഉറപ്പില്ലേ? എവിടെ പോയി നമ്മുടെയൊക്കെ ഈമാൻ? അല്ലാഹു വലനബ്ലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. അതൊരു പക്ഷേ ഒരു മനുഷ്യന്റെ ഷർറായിരിക്കാം. ഇത് കാണുന്നതും തൊടുന്നതും മുഴുവൻ ഇതന്നെ എന്ന് വിശ്വസിച്ചാൽ ഒരു മനുഷ്യന് ശ്വാസം വിടാൻ കിട്ടുമോ ദുനിയാവില്? എല്ലാ സംശയത്തിൽ നടക്കുക. ഒത്തിരി ബോൾഡാവ്, ഒത്തിരി ധൈര്യത്തോടെ ജീവിക്ക്. അള്ളാഹുവിന്റെ ഇൽമിലും അവന്റെ ഖുദ്റത്തിനും പുറത്ത് ഒരു സംഗതിയും ഈ ലോകത്തില്ല. ആ ഒരു ഈമാനിൽ ജീവിക്ക്. അങ്ങനെയാണ് മഹാനായ ത്വഖ ഉസ്താദ്, നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരനല്ലേ, അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആ മഹാനുമായുള്ള ഒരു സംഭാഷണത്തിൽ മഹാനായ ഉസ്താദ് അവർ പറഞ്ഞു, നമ്മൾ ആരെങ്കിലും സിഹറയോ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച് നടക്കരുത്. മഹാനായ ശംസുൽ ഉലമക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ശംസുൽ ഉലമക്ക് പേടില്ലായിരുന്നു. മഹാനായ ശംസുൽ ഉലമ അവറുകൾ പേടിച്ചിട്ടില്ല ഒരിക്കൽ പോലും. ഇന്നവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യോ? പേടിച്ചിട്ടില്ല. അല്ലാഹുവേ, ആ മഹാൻ അതുകൊണ്ട് ഏശിയിട്ടില്ല. അതാണ് അത്ഭുതം. ശംസുൽ ഉലമയുടെ മഹത്വം അതാണ്. അതിന്റെ പിന്മുറക്കാരായി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തന്നില്ലേ? അല്ലാഹു അത് നിലർത്തി തരട്ടെ. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് ഞങ്ങളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചിലവർ ഇറങ്ങിയിട്ടുണ്ട്. പല പേരും നോക്കിയിട്ട് നടക്കണില്ല എന്ന് കണ്ടപ്പോ പല കാര്യങ്ങളും പല കഥകളും പറഞ്ഞു. എന്താ പറഞ്ഞത്, എന്തോ മിനിറ്റ്സിന്റെ കഥ പറഞ്ഞിട്ട് അതിന്റെ ഇടക്ക് ശംസുൽ ഉലമ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ കഥ വിട്ടു. ശംസുൽ ഉലമ ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ മറികടന്ന് ചെയ്തത് വിട്ടു. ആ മഹാന്മാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച കഥ വിട്ടു. മഹാനായ ശംസുൽ ഉലമ അവരോട് 6 പേരോട് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞതും അത് ആ രേഖയിൽ നിന്ന് വിട്ടു. ഈ കഥക്കെ പിന്നെ പറഞ്ഞു കൊടുക്കണ്ടേ? എന്നിട്ട് പറയാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങളാണ് എന്നൊക്കെ പറയുന്നത് ഒരൽപ്പം തൊലിക്കട്ടി എന്ന് ഞാൻ പറയുന്നില്ല, സാമാന്യ ബോധം ആളുകൾ ഇത് പറയാൻ പാടുണ്ടോ? ആ ശംസുൽ ഉലമ ഇരുന്ന സീറ്റിലേക്ക് ചെറുശ്ശേരി ഉസ്താദെ വന്ന് ഇരിക്കുന്നെന്ന് പറഞ്ഞ് ആ മഹാനെ പിടിച്ചിരുത്തിയിട്ട് ശംസുൽ ഉലമ ലോകത്തോട് വിട പറഞ്ഞത്. കണ്ണിയത്ത് ഉസ്താദിനെതിരെയും ശംസുൽ ഉലമക്കെതിരെയും കേസ് കൊടുത്ത കഥ ആ പറഞ്ഞ പ്രസംഗത്തിൽ ഫുലാനുബിന് ഫുലാൻ പറഞ്ഞില്ല. ആ മഹാന്മാരെ കോടതി കയറ്റിയ കഥ പറഞ്ഞില്ല. ജനറൽ ബോഡി കൂടിയ കഥയാണ് വലിയ സംഭവം, ജനറൽ ബോഡി കൂടിയത്. എന്നിട്ട് പറയാ പാണ്ഡിത്യത്തിന്റെ പാരമ്പര്യം അവർക്കാണെന്ന്. ഒരു തടസ്സമോ അതിന്റെ വിയോജിപ്പോ വിഷമമോ അറിയിക്കുകയല്ല. എന്റെ ഒരു സങ്കടം പറയാണ്, കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയരുത്,
വിയോജിപ്പുള്ള വിഷയങ്ങളാണ്. എന്ത് ചെയ്യാം? ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. മഹാനായ ശംസുൽ ഉലമ അഭിമാനിയായി ജീവിച്ച മഹാനാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ ജീവിച്ചു മരിച്ചത് ഇന്ന് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളും മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിലാണ് എന്ന് സാധാരണക്കാരിൽ സംശയത്തിൽ പെട്ടുപോയവർക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഒന്ന് അന്വേഷിച്ച് പഠിച്ചാൽ മനസ്സിലാവും. ഇതൊന്നും പറയാതെ പൂർത്തി വെച്ചിട്ട് 2 മിനിറ്റ്സിന്റെ പേജ് നമ്പറിന്റെ കഥ പറഞ്ഞിട്ട് അങ്ങ് ചാടിക്കടന്നു പോവല്ല. അതിനിടക്ക് ഒരുപാട് ഫിത്നകൾ നടന്നില്ലയോ? ഇതെന്താ പറയാതിരിക്കുന്നത്? നമ്മുടെ മഹല്ലുകളിൽ സമസ്തയിലെ ജമിയത്തുൽ ഉലമ മഹല്ലുകൾ കയ്യേറുകയാണ്. എന്താ അങ്ങനെ പറയുന്നത്? ഒരു നാട്ടുകാരല്ലേ അവിടുത്തെ പള്ളിയും അവിടുത്തെ നാടും അവിടുത്തെ ഭരണവും നടത്തുന്നത്. ആ നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ അവർ തീരുമാനിക്കട്ടെ, വോട്ടിങ്ങിനിടട്ടെ, അവർ തീരുമാനിക്കട്ടെ അവിടെ ആര് ഭരിക്കണമെന്ന്. സമസ്ത ഭരിക്കുന്നത് നാട്ടുകാർ കൂടെ ഇല്ലാതെയാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിർത്തിവെക്കുക എന്ന് സാന്ദർഭികമായിട്ട് പറയാം. മഹാനായ ശംസുൽ ഉലമ ആരെയും പേടിച്ചിട്ടില്ല, ആരെയും കൂശിയിട്ടില്ല. ആ മഹാൻ യശസ്സോടെ അഭിമാനത്തോടുകൂടെ കടക്കുകയാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന ഈ പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയ മഹാനുഭാവന്റെ ചാരത്ത്. എന്താണ് ഇതിന്റെ അർത്ഥം? ശംസുൽ ഉലമ കടന്നു വന്ന വഴിയാണ് മഹാനായ വരക്കൽ തങ്ങളുടെ വഴി എന്ന് പഠിപ്പിക്കുകയല്ലേ അല്ലാഹു തആല ചെയ്തത്. അതുകൊണ്ട് ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആലയുടെ ഖളാഉം ഖദറും വരുമ്പോഴേക്കും നമ്മൾ അത് മറ്റു പലതുമാണോ എന്ന് പേടിക്കല്ലേ, അങ്ങ് പേടിച്ച് വിഷമിക്കല്ലേ. അല്ലാഹുവിന്റെ ഖളാഇൽ വിശ്വസിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, മഹാനായ ഇബ്നു ഉമർ എന്നവർ പറയുന്നു, ഇറാഖിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഖദറിന്റെ വിഷയത്തിൽ നിഷേധത്തിന്റെ സ്വഭാവം സ്വീകരിച്ചപ്പോ മഹാനവർ പറയുന്നു, വല്ലാഹ് ലൗ അൻഫഖ അഹദുഹും മിഥല ഉഹുദിൻ ദഹബാ, അവരിൽ ആരെങ്കിലും ഉഹദ് മലയോളം സ്വർണം സംഭാവന ചെയ്താൽ തന്നെയും അതൊന്നും അവർക്ക് ഉപകാരം ചെയ്യുകയില്ല. ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അല്ലാഹു തആലയാണ് ഖൈറും ഷർറുമായ വിഷയങ്ങൾ ഇവിടെ നടത്തുന്നത് എന്ന് അല്ലാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്നത് വരേക്കും ഉഹദ് മലയോളം സ്വർണം സംഭാവന ചെയ്താൽ പോലും അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. അഖ്ബിറുഹും, ഇറാഖിലെ ഈ വിഭാഗത്തോട് പറയണേ, അന്നീ ബരീഉം മിൻഹും വഅന്നഹും ബുറാഉ മിന്നീ, ഞാൻ അവരിൽ പെട്ടവരല്ല, അവരെന്നിലും പെട്ടവരല്ല എന്ന് അവരോട് പോയി പറയണം. ഖദറിൽ വിശ്വസിക്കണമെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് തങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിൽക്കുന്ന മാലാഖയോട് മറുപടി പറഞ്ഞ വിഷയം കേട്ടപ്പോ മാലാഖയുടെ മറുപടി സ്വദഖത, മറുപടി ശരിയാണ്. പിന്നെ ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് നബിയേ ഇഹ്സാൻ? ഇഹ്സാൻ എന്താണ്? അൻ തഅബുദല്ലാഹ كأنك تراه وإن لم تكن تراه فإنه يراك. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. അവൻ നിന്നെ കാണുന്നുണ്ട്, നീ അവനെ കാണുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ നീ കാണുന്ന പോലെ, നീ അവനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യലാണ്, അങ്ങനെ ജീവിക്കലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞപ്പോ അവസാനത്തെ ചോദ്യം വരുന്നു, മത്തസ്സാഅ, എപ്പോഴാണ് നബിയെ ലോകാവസാനം, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? ഖാല മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ, ചോദിക്കപ്പെട്ട ഞാൻ ചോദിച്ച നിങ്ങളെക്കാളും ആ വിഷയം അറിവുള്ളവനല്ല. The one questions knows no better than the questioner. ചോദിച്ച നിങ്ങളെക്കാളും ചോദിക്കപ്പെട്ട എനിക്കത് വിവരമില്ല. നമ്മൾ രണ്ടുപേരും അതിൽ സമമാണ്. എന്നാ വല്ല അടയാളമുണ്ടോ? അടയാളമുണ്ട്. മാതാപിതാക്കളോട് മക്കൾ അടിമകളെ പോലെ പെരുമാറുന്ന കാലം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ഉമ്മയോട് വാപ്പയോട് കൽപ്പന സ്വരത്തിൽ മക്കൾ സംസാരിക്കുന്ന കാലം. +2 എത്തിയത് ശരിക്കും മനസ്സിലാവും. +2 പഠിക്കുന്ന മക്കളോട്, മോളോട് മോനോട് ഉമ്മാക്ക് സംസാരിക്കാൻ പേടിയാണെന്നാ പറയാം. വാപ്പാക്ക് പറയാൻ പേടിയ മക്കൾ എന്തേലും ഇങ്ങോട്ട് ചെയ്യൂ. ആര്? നിങ്ങൾ താലോലിച്ച് വളർത്തിയ ഈ മോനോ? ഊണും ഉറക്കമില്ലാതെ എന്റെ മോൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ശബ്ദമില്ലാതെ എന്റെ മക്കള് നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ജീവിതം മുഴുവനും ത്യജിച്ചു തീർത്ത ആളുകളോട് കയർത്ത് സംസാരിക്കുന്ന മക്കളോ? മക്കളെ, അത് ചെയ്യല്ലേ. നിങ്ങളിപ്പോ പരീക്ഷയ്ക്ക് ഇരിക്കുന്നവരാ, നിങ്ങൾ പരീക്ഷയിൽ A+ഓ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ മാതാപിതാക്കളെ വിഷമിപ്പിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല.
എത്രയോ വാപ്പമാര് ദ്വാരക്കാൻ വേണ്ടി പറയാം, മക്കൾക്ക് SSLC ആണ്, മക്കൾക്ക് +2 ആണ്, ഡിഗ്രി ആണ്, അതാണ്, ദ്വാരക്കണം. അള്ളാഹുന്റെ മക്കളൊക്കെ വിജയിപ്പിക്കട്ടെ. അവരൊക്കെ നല്ല ഭാര്യങ്ങളായ മക്കൾ, അങ്ങനെ പറയാം. മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്ന മക്കൾക്കാണ് ബാർ എന്ന് പറയാം. നല്ല മക്കളാക്കി അള്ളാഹു മാറ്റി തരട്ടെ. അടിമപ്പെണ്ണുങ്ങളോട് പറയുന്ന പോലെ മക്കൾ മാതാവിനോട്, ഉമ്മയോട് വളരെ മോശമായി സംസാരിക്കുന്ന, പെരുമാറുന്ന കാലം ഒന്നതാണ്. രണ്ടാമത്തെ അടയാളം ആടുകളെയോ പശുക്കളെയോ മേച്ചു നടന്നവർ, ഒട്ടകത്തെ മേച്ചു നടന്നവർ, ചെരുപ്പ് പോലും ധരിക്കാൻ കാശില്ലാതിരുന്നവർ, ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം പോലും ധരിക്കാൻ വകുപ്പില്ലാതിരുന്നവർ, സ്കൈ സ്ക്രാപ്പേഴ്സ്, ഹൈ റൈസ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന കാലം. ആരുടെ ബിൽഡിങ്? ഇത് നമ്മളെ മറ്റേ ഇന്നാളുടേത്. ഏത്? ഡോൻക്കറിയില്ലേ? അന്നാ പശുക്കളൊക്കെ മേച്ച് നടന്നിരുന്നവന്, ഓൻ്റെ മാഷാ അല്ലാഹ്. ചെറുക്കളത്ത് വേറെ എത്ര ബിൽഡിംഗ് ഓനുണ്ട്? ഇതാ 4-5 ഈ കാണുന്ന റോ അതാണ്. കാസർഗോഡ് നിന്ന് കുറച്ച് വേറെ ഉണ്ട്, കുമ്പളയിൽ വേറെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ അടയാളം. അത് അറബ് ലോകത്ത് കണ്ടു, എല്ലായിടത്തും കണ്ടു തുടങ്ങി. മാഷാ അല്ലാഹ്. അൻതറൽ ഹുഫാത്തൽ ഉറാത അൽആലത റിആ അശ്ശായി യതതാവലൂന ഫിൽ ബുന്യാൻ. ഇതങ്ങ് പറഞ്ഞപ്പോ ആ ചോദിച്ച ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, ആരാണാ വന്നത് എന്ന്? ഇല്ല നബിയെ, ഒന്ന് പോയി നോക്കൂ. നോക്കുമ്പോ മദീനയുടെ ഊടുവഴികളിൽ നോക്കിയിട്ട് എവിടെ തെരഞ്ഞിട്ട് ഇയാളെ കാണാനില്ല. തങ്ങൾ പറഞ്ഞു, ഇന്നഹു ജിബ്രീൽ, അത് ജിബ്രീലാണ്, അല്ലാഹുവിന്റെ മാലാഖയാണ് വന്നത്. അതാകും യുഅല്ലിമുകും ദീനകും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു തരാൻ വന്ന അല്ലാഹുവിന്റെ മലക്കാണത്, ജിബ്രീലാണത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വഹാബികളിൽ പ്രഗൽഭർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സാന്ദർഭികമായി പറയാൻ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ വരുമായിരുന്നു. ബനൂ കൽബ് ഗോത്രത്തിൽപ്പെട്ട മഹാനായ ദഹിയത്ത് ഇബ്നു ഖലീഫ അൽ കൽബി റളിയല്ലാഹു അൻഹു, ദഹിയത്തുൽ കൽബി എന്നറിയപ്പെടുന്ന ഇബ്ൻ ഖലീഫ അൽ കൽബി റളിയല്ലാഹു അൻഹു സുമുഖനാണ്, നല്ല കാണാൻ ഭംഗിയുള്ള സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരുടെ കയ്യിലാണ് രാജാക്കൻ കൊടുത്തയക്ക. അങ്ങനെയാണ്, ഒരു മെസ്സഞ്ചർ ആകുമ്പോ ഗുഡ് ലുക്കിംഗ് ആവണം. അങ്ങനെ ഓഫീസ് ബോയ് എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഒരാളുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇന്റർവ്യൂ നടക്കുമ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നതാണ്. അതൊന്നും നമ്മുടെ ഡിഗ്രിയിൽ എഴുതി കൊടുക്കാൻ പറ്റൂലല്ലോ. അതിനാണ് യു വിൽ ഹാവ് ടു അറ്റൻഡ് ഇൻ പേഴ്സൺ. ആള് നേരിട്ട് വന്ന് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം അതാണ്, ഇയാളെ ഈ പണിക്ക് കോലുണ്ടോ എന്ന് നോക്കുന്നതാണ്. നബി തങ്ങൾ നല്ല ഭംഗിയുള്ള ആളുകളെ നോക്കിയിട്ടായിരുന്നു രാജാക്കന്മാരുടെ കത്തയക്കാൻ കൊണ്ടുകൊടുക്കുക. അതിന് നബി ഏൽപ്പിച്ചിരുന്ന സ്വഹാബിയാണ് ദഹിയ റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബിയുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരും. അപ്പൊ ചിലർ പറയും, റഅയ്തു ദഹിയ യംശി ഫിസ്സൂഖി വഅലൈഹി അമാമാ. ദഹിയ റളിയല്ലാഹു അൻഹു തലപ്പാവ് ധരിച്ചിട്ട് അങ്ങാടിയിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഒരു സ്വഹാബി പറഞ്ഞാൽ അതിനർത്ഥം ആ കണ്ടത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. ജിബ്രീലു ലാ യറാഹു ഇല്ലാ അഹ്ലുൽ കറാമ. വലിയ സ്ഥാനമുള്ള ആളുകളെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുമായിരുന്നുള്ളൂ. സ്വഹാബികളിൽ നബി തങ്ങളുടെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നാലും ജിബ്രീൽ തങ്ങളെ നേരിട്ട് കാണാത്ത സ്വഹാബിമാരുണ്ടായിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അമ്മ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനാണ്. മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നിവരെയും കൈപിടിച്ച് നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. വളരെ അത്ഭുതകരമായ സംഭവം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു. അങ്ങനെ നബിയോട് സലാം പറഞ്ഞു. നബി തങ്ങൾ സലാം അടക്കുന്നില്ല. 2 പ്രാവശ്യം സലാം പറഞ്ഞു. മോന്റെ കൈ പിടിച്ചാ വരുന്നത്. ഇബ്നു അബ്ബാസ് എന്ന മകൻ നബി തങ്ങൾ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് എന്നവർക്ക് 10 വയസ്സോ 11 വയസ്സേ പ്രായമുള്ളൂ. നബി തങ്ങൾ വഫാത്താകുമ്പോ, അപ്പൊ അതിന് മുമ്പാണ് സംഭവം. കൈപിടിച്ചു കൊണ്ടുവരുന്നു. നബിയോട് സലാം പറഞ്ഞു. സലാം അടക്കിയില്ല നബി തങ്ങൾ. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. മോൻ ചോദിച്ചു, വാപ്പാ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇറങ്ങിയത്? മോനെ, സലാം പറഞ്ഞിട്ട് നബി മടക്കണില്ലല്ലോ, എന്തോ വിഷമം നബിക്കുണ്ട്, പിന്നെ എന്തിനാ നമ്മളവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോരാൻ. അതിന് വാപ്പ, നബി തങ്ങൾ ഒരാളോട് സംസാരിക്കുന്നത് കണ്ടില്ലേ, തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ, അത് തീർന്നാൽ നബി. ഏതാളു മോനെ?
അതാ നബിന്റെ മുമ്പിൽ ഒരാൾ സംസാരിക്കുന്നു. നബി അതല്ല അവരോടല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടില്ലല്ലോ മോനെ, ഇതാ അവിടെ ഉണ്ട്. എന്നാവാ നമുക്കൊന്നുകൂടെ പോയി നോക്കാം. അങ്ങനെ തിരിച്ചു വന്നപ്പോ ഇബ്നു അബ്ബാസ് എന്നവരിത് കാണുന്നില്ല. അബ്ബാസ് എന്നവർ ആദ്യം കണ്ടിട്ടില്ല. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് എന്നൊക്കെ അറിയുന്ന സ്വഹാബിയും മകനും രണ്ടാമത് വന്നപ്പോ കാണുന്നില്ല. അപ്പൊ നബി തങ്ങളോട് അബ്ബാസ് എന്നവർ പറഞ്ഞു, നബി തങ്ങൾക്ക് അബ്ബാസ് എന്നവർ വലിയ ഇഷ്ടമായിരുന്നു. അബ്ബാസ് എന്ന് പറഞ്ഞു, പൊന്നാര നബിയെ, എന്റെ മോൻ പറയുന്നു, നേരത്തെ ഞാൻ വന്നപ്പോഴേ അങ്ങയോട് ആരോ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ആരും കണ്ടില്ല നബി, എന്റെ മോൻ കണ്ടു. തങ്ങൾ ചോദിച്ചു, അറഅയ്ത, നിങ്ങൾ കണ്ടോ ഇബ്നു അബ്ബാസേ? നഅം റഅയ്തുഹു ബിഅബി വഉമ്മി ബിഅബി അൻത വഉമ്മി യാ റസൂലല്ലാഹ്. എന്റെ ഈ വാപ്പയാണ്, എന്റെ ഉമ്മയാണ്, ഇവ രണ്ടുപേരും അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ. ഞാൻ കണ്ടു നബിയെ, ഞാൻ കണ്ടു. ഞങ്ങൾ പറഞ്ഞു, ഹാദാ ജിബ്രീൽ, നിങ്ങളാ കണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. ഇത് അബ്ബാസ് എന്നവരുടെ കറാമത്താണ്. വാപ്പ കണ്ടില്ല, മകൻ കണ്ടു. അതാണ് അത്ഭുതം. എല്ലാ സ്വഹാബിമാർക്കും മലക്കുകളെ കാണാൻ പറ്റിയില്ല. ഇല്ല അഹ്ലുൽ കറാമ, അവിടെ സ്ഥാനമുള്ള ആളുകൾക്ക് കാണാൻ പറ്റി. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്നവർക്ക് കാണാൻ പറ്റി, വാപ്പയായ അബ്ബാസ് എന്നവർക്ക് കാണാൻ പറ്റിയില്ല. അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റഅയ്തുൽ മലായികത യൗമ ഉഹുദിൻ, ഉഹദ് യുദ്ധം നടക്കുമ്പോൾ മലക്കുകളെ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ബദറിൽ മലക്കുകൾ ഇറങ്ങി നമുക്കറിയാം. ഫിസായേ ബദർ പൈദാ കർ ഫരിശ്തേ സൂറത്ത് കോ ഉതർ സക്തേ ഹൈ ഗർദൂൻ സേ ഖതാർ അന്ദർ ഖതാർ റബ്ബി. മാലാഖമാർ ബദറിൽ ഇറങ്ങി മുഅമ്മമീന, തലപ്പാവ് ധരിച്ചവരായിരുന്നു മലക്കുകൾ. അത് ചില സ്വഹാബിമാരൊക്കെ കണ്ടു, ചില സ്വഹാബി, എല്ലാ സ്വഹാബിമാരും അതും കണ്ടില്ലെന്നാണ്. ഉഹദിലെ മലക്കുകൾ ഇറങ്ങിയത് സഅദ് ഇബ്നു അബീ വഖാസ് എന്ന ഖാലു അമ്മു റസൂലില്ലാഹ് മല്ലഹു ഖാലുൻ കഖാലി, എന്റെ അമ്മാവനാണ് സഅദ് എന്ന് രക്തബന്ധമില്ലാതിരുന്നിട്ട് കൂടെ നബി തങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞ മുസ്തജാബ് ദഅവയായ ദുആഇന് ഉത്തരമുണ്ടായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തുൽ മലായികത യൗമ ഉഹദിൻ, യൗമ ഉഹദിൻ, ഉഹദിന്റെ യുദ്ധത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ബദറിലും ഞാൻ കണ്ടിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു തആല പറഞ്ഞു, വഅലൈഹ സിയാബുൽ ബീദ്, മലാഖമാർ വെളുത്ത വസ്ത്രം ധരിച്ചവരായിരുന്നു. വൽ അമാഇമുൽ ബീദ് മുസവ്വമ, അവരുടെ തലയിൽ വെളുത്ത തലപ്പാവുകളും ഉണ്ടായിരുന്നു എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, നബിയെ, ഉഹദ് യുദ്ധം നടക്കുമ്പോ ഞാൻ കേട്ടു ഉഖ്ദും ഹൈസൂം, ഉഖ്ദും ഹൈസൂം എന്ന് പറയുന്നത് കേട്ടു, കണ്ടില്ല. എന്താ നബി അത്? ഞാൻ അടുത്ത് നോക്കുമ്പോ ആരെയും കാണുന്നില്ല. എന്റെ അരികത്തുനിന്ന് ആരോ പറയുന്നു, ഹൈസൂമേ പോ, ഹൈസൂമേ മുന്നോട്ട് പോ, ഹൈസൂമേ മുന്നോട്ട് പോ, ഹൈസൂം. അങ്ങനെ ഹൈസൂം എന്ന പേരുള്ള കുട്ടികളുണ്ടോ? നല്ല പേരാണ്, ആൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ പേരുമാണ് ഹൈസൂം. യുദ്ധം കഴിഞ്ഞപ്പോ നബിയോട് വന്ന് ചോദിച്ചു, നബിയേ, ആരാണ് നബിയെ ഹൈസൂം? എന്റെ തൊട്ടരികത്താണ് ഞാനത് കേട്ടത്. പറഞ്ഞു, അള്ളാഹുവിന്റെ മലക്കുകളിൽ ഒന്നാം ആകാശത്ത് താമസിക്കുന്ന മാലാഖമാരിൽ ഒരു സംഘം മലക്കുകളായിരുന്നു അത്, അള്ളാഹുവിന്റെ മലക്കുകളായിരുന്നു അത്. അതാ നിങ്ങളാ കേട്ടത്. ഹൈസൂം കണ്ടില്ല, പക്ഷെ കേട്ടു. അതൊക്കെ ഓരോരുത്തരുടെ ലെവലനുസരിച്ചാണ്, അള്ളാഹു തആല കൊടുക്കുന്ന കറാമത്തുകളാണ്. യാ അല്ലാഹ്, അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ നിന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി പോവുകയാണ്. അതാകും ജിബ്രീലു, അള്ളാഹുവിന്റെ റസൂൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 തവണയാണ് ഷിയായി രൂപത്തിൽ കണ്ടത്. ആ 2 തവണ നബി തങ്ങൾ പേടിച്ചിട്ടുണ്ട്. സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ടു തരൂ, പുതപ്പിട്ടു തരൂ എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ ഹബീബ് ഖദ് സദ്ദൽ ഉഫുഖ്, ചക്രവാള സീമകൾ മുഴുവനും നിറയുമാർ 600ഓളം ചിറകുകളുള്ള മഹാരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോഴാണ് ഹബീബിന് പനി ബാധിച്ചത്. ആ രൂപമങ്ങാനും സ്വഹാബികൾ കണ്ടാൽ അവർക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവരിൽ ചില ആളുകൾക്ക് കാണാൻ സൗകര്യപ്പെടുത്തിയിട്ട് ഹബീബിന്റെ മുമ്പിലേക്ക് മനുഷ്യരൂപത്തിൽ ദിഹ്യ റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ടായിരുന്നത്. അതും കാണുന്നത് സ്വഹാബികൾ പ്രമാണിമാര് മാത്രമാണ്, അല്ലാത്തവർക്ക് കാണാൻ പറ്റുന്നില്ല. അള്ളാഹു നൽകുന്നൊരു കറാമത്താണ് മലക്കുകളെ കാണാൻ പറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നബി തങ്ങളുടെ തൊടയിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി കേൾക്കുമ്പോൾ ശരിയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് യാ മുഹമ്മദു അങ്ങനെ വിളിക്കാൻ പാടില്ലെന്നാണ് നിയമം.
ഒന്നുകിൽ ഈ സംഭവം ഉണ്ടായത് ആ നിരോധന വരുന്നതിന്റെ മുമ്പായിരിക്കണം, പക്ഷെ അതിന്റെ ശേഷമാണെന്നാണ്. അതിന്റെ കാലാവസ്ഥ നോക്കിയാൽ മനസ്സിലാവുക. കാരണം നബിതങ്ങൾ വഫാത്താകുന്നതിന്റെ 80 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീഥു ജിബ്രീൽ എല്ലാം അതിലുണ്ട്. എന്താണ് ഇസ്ലാം? എന്തിന്? ഈമാൻ കാര്യത്തിന് വേണ്ടി. ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം ഉണ്ടായ പിന്നെ എന്താ കിട്ടേണ്ടത്? ഇഹ്സാൻ. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, അങ്ങനെ തന്നെ ജീവിക്കും. ക്യാമറ ഉണ്ടോ ഇല്ലേ നോക്കണ്ട, അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. നീ ക്യാമ്പസിലായാലും ബസ്സിലായാലും ട്രെയിനിലായാലും മാംഗ്ലൂരിലായാലും ബാംഗ്ലൂരിലായാലും ദുബൈയിലായാലും നീ ആംസ്റ്റർഡാമിലായാലും ന്യൂയോർക്കിലായാലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെന്താ പ്രശ്നം? നല്ല രസകരമായൊരു അനുഭവം ഇനി വേറെ ചില സംഭാഷണങ്ങൾ വരാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയോടുകൂടെ ചോദ്യങ്ങൾ കേൾക്കും. നിബിധങ്ങൾ മനോഹരമായി ഇതിന് മറുപടി പറയും. അതാണ് നമ്മുടെ ഹഫീസ് ജാലന്ധരിയുടെ വാക്കുകളിൽ ഞാൻ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചത്. സലാം സാഹിബേ ഖുലുഖേ അദീം, സലാം साहिबे खुलुक़े अज़ीम, इंसान को सिखला दे यही अमाल पाकीज़ा, यही अशगाल रूहानी, तेरी सूरत तेरी सीरत, तेरा नक्शा तेरा जलवा, तबस्सुम गुफ्तगू बंदा नवाजी, खंद पेशानी हबीबे. എന്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണങ്ങ്, എന്തൊരു ആത്മീയ പ്രഭയാണങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ രൂപം, അങ്ങയുടെ ചെയ്തികൾ, അങ്ങയുടെ ഓരോന്നോരോന്നും, അങ്ങയുടെ പ്രഭയും അങ്ങയുടെ തപസ്സും, അങ്ങ് പുഞ്ചിരിക്കുന്നതും, ഗുഫ്തുഗു അങ്ങ് സംഭാഷണം നടത്തുന്നതും, ബന്ദാ നവാസി അങ്ങ് സ്വഹാബത്തിന്റെ കൂടെ പെരുമാറുന്നതും, ഖന്ദ പേശാനി വിശാലമായ നെറ്റിത്തടത്തോടുകൂടെ കണ്ടുമുട്ടുന്നതെല്ലാം കാണുമ്പോൾ ജൽവയെ ഈമാനി, ഇത് ഈമാനിന്റെ പ്രഭയല്ലയോ നബിയെ? അല്ലോ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത അച്ചടക്ക സ്വഭാവം അങ്ങ് ഇതല്ലയോ ഞങ്ങൾക്ക് തന്നത്? തെരേ ആനേ സെ റൗനഖ് ആ ഗയി ഗുൽസത്തി മേ, ഈ പ്രപഞ്ചത്തിന്റെ മലർവാടിയിൽ അങ്ങ് വന്നപ്പോഴല്ലേ വസന്തം വന്നത്? ശരീകേ ഹാല് ഖിസ്മത്ത് ഹോ ഗയാ ഫിർ ഫസ്ല റബ്ബാനി, അങ്ങ് ഞങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ അല്ലാഹുവിന്റെ ഔദാര്യം ഒരിക്കലും അണതെറ്റാതെ അണമുറിയാതെ വരികയായിരുന്നുവല്ലോ നബിയെ അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ. വമാ കുന്നാ ലിനുഅദ്ദിബഹും, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അല്ലാഹു മുശ്രിക്കുകളെ പോലും ശിക്ഷിക്കുകയില്ല അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ. യാ അല്ലാഹ്, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. സലാം, അങ്ങേക്ക് റബ്ബിന്റെ സലാം ഉണ്ടാവട്ടെ. ആമിന കെലാൽ, ആമിനായുടെ പുന്നമോനെ ഹബീബേ, മെഹബൂബെ സുബ്ഹാനി, സലാം ഫഖ്റ മൗജൂദാത്ത്, ഫഖ്റ നൗഅ ഇൻസാനി, മനുഷ്യകുലത്തിന്റെ അഭിമാനമായവരെ നബിയെ അങ്ങേക്കു സലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു സംഘം ആളുകൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. വഫദു ബനി അബ്ദുൽ ഖൈസ്. അല്ല മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇഞ്ഞൊരു മണിക്കൂറൊക്കെ ഇരിക്കുവോ? ഒരു 50 മിനിറ്റ് ഇരിക്കുവോ? 11:30 വരെ എനിക്ക് അപ്പോൾ പോലെ നിർബന്ധം. എനിക്ക് 2:30 കോഴിക്കോട് എത്തണം. അപ്പോൾ 11:30 വരെ മാക്സിമാണ്. ഇറങ്ങി ഓടാനുള്ള സമയം പിന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഇനി ബോറടിക്കണ പോയിക്കോളി, ഇനി ഇഷ്ടപ്പെടാത്തവര് പോയിക്കോളി. അങ്ങനെയൊക്കെ ഉണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ. അതൊന്നും കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവന്നല്ല, നിങ്ങളായിട്ട് വന്നതല്ലേ. ആപ്സയായി നിങ്ങളായിട്ട് തന്നെ പോയാലൊരു പ്രശ്നമില്ല, എന്തില്ല, ഒരു വിരോധം അതിലില്ല. നല്ല മൈക്കാണ്. ഞാൻ 11:30 വരെ വേള വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ എണീറ്റ് പോയാൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ആകെ വേണ്ടത് മൈക്കാണ്. അത് ചിലയിടത്തൊന്നും ശരിയാവലില്ല. ശരിയായാൽ പിന്നെ എനിക്ക് പറഞ്ഞു നിർത്താനും തോന്നൂല. അപ്പോൾ ഇന്ന് ശരിയായൊരു ലക്ഷണം വളരെ റാഹത്താണ്. നിങ്ങൾ എവിടുത്തേരാണ്? എന്താണ് ഇവിടുത്തേരന്നെ? ചെറുക്കളക്കാരന്നെ? പ്ലസ് മാർക്ക് അടുത്തന്നെ? മാഷാ അല്ലാഹ്, നിന്റെ വേള
ഉണ്ടാകുമ്പോൾ ഓരോ വിളിച്ചോളി. ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ, ചോറും കഴിഞ്ഞും പത്തലൊന്നും നിങ്ങൾ തരണ്ട, പൈസ തരണ്ട. ഇത് നല്ല മൈക്ക് വെച്ച് തന്നാൽ മതി, എപ്പോഴെങ്കിലും വേളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ. എനിക്ക് എത്രയേ വേണ്ടു. അൽഹംദുലില്ലാ. ജസാക്കുമുല്ലാഹ് ഖൈർ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു സംഘം, വഫ്ദു അബ്ദുൽ ഖൈസ് എന്നാ പറയാ. അല്ലാഹുവിന്റെ റസൂൽ മുമ്പിലേക്ക് വരുമ്പോ നബി തങ്ങൾ ചോദിക്കും, നിങ്ങൾ ആരാണ്? മനിൽ ഖൗം, ആരാണ് ഈ ആളുകൾ എന്ന് പറയും. അവര് പറഞ്ഞു, റബീഅ, ഞങ്ങൾ റബീഅയിൽ നിന്ന് വരുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മർഹബൻ ബിൽ ഖൗം. നോക്കണേ, നബി സ്വീകരിക്കും രീതി. ഒരാൾ വന്നു, മർഹബൻ ബിൽ ഖൗം, യു ആർ വെൽക്കം, നിങ്ങൾക്ക് സ്വാഗതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മർഹബൻ ബിൽ ഖൗം.